ഈ പ്രഭാഷണ പരമ്പരയുടെ അധ്യക്ഷ ശ്രീ മൃദുല, എനിക്ക് മുന്നേ സംസാരിച്ച ആരാധനായിട്ടുള്ള ശശികുമാർ സാർ, ആരാധനായിട്ടുള്ള സച്ചിദാനന്ദൻ മാഷ്, മറ്റ് എല്ലാ സുഹൃത്തുക്കളെ, ഈ വിഷയം എൻ്റെ ഒരു തിരഞ്ഞെടുപ്പല്ല. ഞാൻ സംസാരിക്കാൻ പോകുന്ന ഈ വിഷയം എൻ്റെ ഒരു തിരഞ്ഞെടുപ്പല്ല, മറിച്ച് ഇതിൻ്റെ ഒരു സംഘാടകർ നിർദ്ദേശിച്ചതാണ്. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഞാൻ പറയാൻ പോകുന്ന അല്ലെങ്കിൽ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്ന വിഷയം വളരെ പൊളിറ്റിക്കലി വാല്യൂ ലോഡഡ് ആയിട്ടുള്ള ഒരു ടൈറ്റിലാണ്. അതുകൊണ്ട് തന്നെ ഒരു അക്കാദമിക് പ്രാക്ടീസിൽ നിൽക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾക്ക് അതിനോട് സംവദിക്കുന്നതിൽ ചില പരിമിതികളുണ്ട് എന്നുള്ള കാര്യം ആദ്യമേ പറഞ്ഞുകൊണ്ട് ഇതിനൊരു എൻ്റെ ചില അക്കാദമിക ബോധ്യങ്ങളുടെയും ചില ധാരണയിലും തലത്തിൽ സമീപിക്കാനാണ് ഞാൻ ശ്രമിക്കുന്നത്. ഒരു സംഭാഷണത്തിൻ്റെ സൗകര്യാർത്ഥം ഈ 3 ഘടകങ്ങളുള്ള ഈ ടൈറ്റിലിനെ അതിനെ ഒരു നിർവചനത്തിൻ്റെ തലത്തിൽ സമീപിച്ചിട്ടാണ് ഞാൻ ഇതിനെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത്. അതായത് ദളിത്, കർഷക, മാർക്സിസ്റ്റ്, ഐക്യം, പ്രധാനപ്പെട്ട 3 ഘടകമുണ്ട് അതിൽ. അങ്ങനെ ഒരു നിർവചനം ആവശ്യമായി വരുന്നത് ഇത് തമ്മിൽ സാധർമ്യവും യോജിച്ച് നിൽക്കുന്നു, എന്നാൽ അതിൻ്റെ ഉള്ളിൽ തന്നെ വൈവിധ്യങ്ങളും ഭിന്നതകളുമുള്ള ഒരു സങ്കല്പമായതുകൊണ്ട് അതിനെ നിർവചിക്കേണ്ടി വരും. ദളിത് എന്ന് പറയുന്ന ഒരു സങ്കല്പം വളരെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പരിചിതമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്, ഒരു സംവർഗമാണ്. ഇന്ത്യയിലെ ഇന്നത്തെ ഒരു സന്ദർഭത്തിൽ വളരെയേറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംവർഗമായതുകൊണ്ട് തന്നെ 2 പൊസിഷൻസ്, ഏറ്റവും ചുരുങ്ങിയത് 2 പൊസിഷൻ തന്നെയും ഈ ദളിത് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തോട് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒന്നാമത്തേത്, ദളിത് എന്ന് പറയുന്ന ഒരു എസെൻഷ്യൽ കാറ്റഗറിയാണെന്നുള്ള ഒരു വാദമാണ്. അതൊരു സത്താവതപരമായ ഒരു വാദമാണ്. അത് പറയുന്ന അക്കാദമിക് മേഖലയിൽ നിൽക്കുന്ന ആളുകളുണ്ട്, ആക്ടിവിസത്തിൽ നിൽക്കുന്ന ആളുകളുണ്ട്, പ്രസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്ന ആളുകളുണ്ട്, ദളിത് ബുദ്ധിജീവികൾ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്, മറ്റ് പല പൊസിഷനിലുള്ള ആളുകളും. ദളിത് എന്ന് പറയുന്നത് ഒരു എസെൻഷ്യൽ കാറ്റഗറി, ഒരു സത്താവാദപരമായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത് അടിസ്ഥാനപരമായി അനുഭവബദ്ധമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്നും ഡെറൈവ് ചെയ്യുന്ന ഡെറിവേറ്റീവായിട്ടുള്ളൊരു സങ്കല്പമായതുകൊണ്ട് അങ്ങനെയുള്ളൊരു അനുഭവം ദളിതരല്ലാത്ത മനുഷ്യർക്ക് തങ്ങളുടെ ജീവിത വിനിമയങ്ങളിൽ സാധ്യമല്ലാത്തതുകൊണ്ടും അല്ലെങ്കിൽ അനുഭവ ലോകമില്ലാത്തതുകൊണ്ട് ഈ ദളിതർ എന്ന് പറയുന്ന മനുഷ്യരുടെ അനുഭവ ലോകം അവർക്ക് മാത്രമേ മനസ്സിലാക്കാൻ സാധ്യമുള്ളൂ. അതുകൊണ്ട് അവർക്ക് മാത്രമേ അതിനെ ആവിഷ്കരിക്കാൻ പൂർണ്ണമായ അർത്ഥത്തിൽ കഴിയുള്ളൂ എന്നുള്ളതാണ് ആ വാദത്തിൻ്റെ ഒരു അടിത്തറ. ഇന്ന് നിലനിൽക്കുന്ന ഏറ്റവും കൂടുതൽ ദളിത് മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ ദളിത് സൈദ്ധാന്തികതയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു വാദമാണിത്. ഒന്നാമത്തേതാണ്. രണ്ടാമത്തേത്, ദളിത് എന്ന് പറയുന്നത് ഒരു റിലേഷണൽ കാറ്റഗറിയാണ്, ഒരു ബന്ധത്തിൻ്റെ ഉള്ളിൽ നിന്നും ഉണ്ടായി വരുന്ന ഒരു സങ്കല്പമാണ്. ബന്ധമെന്ന് പറഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഒരു സാമൂഹ്യ, സാമ്പത്തിക, രാഷ്ട്രീയ, സാംസ്കാരിക ബന്ധക്രമത്തിൻ്റെ ഉള്ളിൽ വ്യത്യസ്ത വിധാനങ്ങളിൽ വിന്യസിക്കപ്പെട്ട മനുഷ്യർ തമ്മിലുള്ള പാരസ്പര്യത്തിൻ്റെ ഒരു ക്രമത്തിൻ്റെ ഉള്ളിൽ സാധ്യമാകുന്ന ഒരു അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ദളിത് എന്ന് പറയുന്ന ഒരു വാദം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഈ വാദം ഒരു നിർവചന സ്വഭാവം രീതിയിൽ മുന്നോട്ട് വച്ചത് അംബേദ്കർ തന്നെയാണ് എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അംബേദ്കർ യഥാർത്ഥത്തിൽ ദളിത് ഹുഡ് എന്നാണ് നിർവചിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ 30കളിൽ അദ്ദേഹം, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മറാത്തി പ്രസംഗങ്ങളിലും മറാത്തി എഴുത്തുകളിലും ദളിത് ഹുഡ്, ദളിതത്വം എന്ന് പറയുന്ന ഒരവസ്ഥ, ആ അവസ്ഥ എന്ന് പറയുന്നത് കേവലം ഒരു സത്താവാദപരമായ തലത്തിലല്ല അദ്ദേഹം നിർവചിച്ചത്, മറിച്ച് ബ്രാഹ്മണിക്കൽ സോഷ്യൽ ഓർഡർ എന്ന് പറയുന്നു. ഒരു ബ്രാഹ്മണികമായിട്ടുള്ള ഒരു സാമൂഹ്യക്രമത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും സാമൂഹിക വിധാനങ്ങളുടെ അടിത്തറയിൽ വിന്യസിക്കപ്പെട്ട മനുഷ്യരുടെ അവസ്ഥയാണ്, കണ്ടീഷൻ ഓഫ് എക്സിസ്റ്റൻസിനാണ് യഥാർത്ഥത്തിൽ അംബേദ്കർ ദളിത് ഹുഡ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ
as long as Brahmanism or Brahmanical values exist, there are the condition of Dalits. എന്നുള്ളതാണ് അർത്ഥത്തിൽ ബ്രാഹ്മണ്യ ജാതി വ്യവസ്ഥയും അതിൻ്റെ സാംസ്കാരിക സാമ്പത്തിക ക്രമങ്ങളും നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥയിൽ ആ വ്യവസ്ഥയിൽ ഏറ്റവും അടിത്തട്ട് മനുഷ്യരായി പോയ മനുഷ്യരുടെ ജീവിതാവസ്ഥയെ കണ്ടീഷൻ ഓഫ് ലൈഫ് എക്സിസ്റ്റൻഷ്യൽ ആയിട്ടൊരു കാറ്റഗറിയാണ് ഒന്നാമത്തേത്. അതുകൊണ്ട് തന്നെ അതിനൊരു നിലനിൽപ്പുണ്ട്. ആ നിലനിൽപ്പെന്ന് പറഞ്ഞാൽ സാമൂഹികമായി നിലനിൽക്കുന്നുണ്ട്. അത് ഇനി അതിനെക്കുറിച്ച് സംസാരിക്കുവാനോ ചർച്ച ചെയ്യാനോ വിശദീകരിക്കുവാനോ വിശകലനം ചെയ്യുവാനോ അല്ലെങ്കിൽ സമൂഹ വ്യവസ്ഥയെ സംബന്ധിച്ചുള്ള ഒരു ജ്ഞാനരൂപത്തെ സൃഷ്ടിച്ചെടുക്കാൻ അതിന് ഒരു എക്സിസ്റ്റൻഷ്യലായിട്ടുള്ള ഒരു നിലനിൽപ്പുണ്ട്. ഒരു കാറ്റഗറി എന്ന രീതിയിൽ നിലനിൽപ്പുണ്ട്. അതിന് ഓണ്ടോളജിക്കൽ ആയിട്ട് നിലനിൽക്കുന്നത് ഭവശാസ്ത്രപരമായി അതിനൊരു അസ്തിത്വമുണ്ട്. അത് ഭവശാസ്ത്രപരമായി അസ്തിത്വമുള്ളത് കൊണ്ട് ദളിത് എന്ന് പറയുന്ന കാറ്റഗറിയെ ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യാനുള്ള ഒരു വിശകലന സമ്പർക്കമായി അതിന് ഒരു എപ്പിസ്റ്റമോളജിക്കൽ സ്റ്റാറ്റസ് കൂടിയുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രാധാന്യം. വിശകലന സമ്പർക്കമായി ഇന്ത്യൻ സമൂഹത്തെ വിശകലനം ചെയ്യുവാനുള്ള ഒരു വിശകലന സമ്പർക്കമായി സാധുതയുണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജാതി വ്യവസ്ഥയും സമൂഹ ബന്ധങ്ങളെയും വിശദീകരിച്ച് ഒരു ജ്ഞാനപരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വിജ്ഞാനത്തെ സൃഷ്ടിക്കുവാനുള്ള വിശകലന സമ്പർക്കമായി അതിനെ ഉപയോഗിക്കാമെന്നുള്ളതാണ് ഈ രണ്ട് സാധ്യതയിലാണ്. അതുകൊണ്ടാണ് ഇത് ഒരു റിലേഷണൽ കാറ്റഗറി എന്ന് ഞാൻ പറയാൻ കാരണം. രണ്ടാമത്തെ സെഗ്മെൻ്റ് എന്ന് പറയുന്നത് കർഷകർ എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. നമ്മൾക്ക് സാമാന്യമായിട്ട് ഒരർത്ഥമുണ്ട്, ഒരു ബോധമുണ്ട്, ഒരു വിചാരമുണ്ട്. കർഷകർ എന്ന് പറയുന്നത് ആരാണെന്നെ കുറിച്ചുള്ള ധാരണയുണ്ട്. പക്ഷെ കർഷകൻ എന്ന് പറയുന്നത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു കാറ്റഗറിയാണ്, വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള കാറ്റഗറിയാണ്. അതിൽ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഒരു പ്രാഗ് ആധുനിക സമൂഹത്തിൽ അല്ലെങ്കിൽ ഒരു പ്രീ കൊളോണിയലായിട്ടുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ഇന്ന് പറയുന്ന കർഷകൻ എന്ന് പറയുന്നത് പെസൻറ്റ് എന്ന സങ്കല്പത്തിലാണ് വിളിക്കപ്പെട്ടിരിക്കുന്നത്. പെസൻറ്റ്, അതിനെയും കർഷകൻ എന്ന് വിളിക്കും. രണ്ട്, ആധുനികമായി മുതലാളിത്ത വ്യവസ്ഥ ഉണ്ടായി വരികയും അതിൻ്റെ ഉൽപ്പാദനക്രമങ്ങളും അതിൻ്റെ ഉടമസ്ഥതാ രൂപങ്ങളും ഉണ്ടായി വരുമ്പോൾ മുതലാളിത്ത വ്യവസ്ഥയുടെ മുതലാളിത്ത രീതിയിലുള്ള ഉൽപ്പാദന ക്രമത്തിനനുസൃതമായി കാർഷിക മേഖല ഉൽപ്പാദന പ്രക്രിയയിൽ ഏർപ്പെടുമ്പോൾ അവർ ഫാർമേഴ്സായി മാറും. അതിനെയും കർഷകരെന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ പെസൻ്റ് എന്ന് വിളിക്കാറുണ്ട്, ഫാർമേഴ്സ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചറിൽ ഒരു കർഷക സമൂഹം ഉണ്ടായി വരുമ്പോൾ ഫാർമേഴ്സ് എന്ന സങ്കല്പം. എന്നാൽ മുതലാളിത്ത വികസനം സാധ്യമാകാത്ത പ്രാഗാധുനിക സമൂഹങ്ങൾ, പ്രാചീന കാലഘട്ടം മുതൽ പ്രാഗാധുനിക സമൂഹത്തിൽ പെസൻ്റ് എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ് സാധാരണ കർഷകരെ കുറിച്ചുള്ളത്. അതുകൊണ്ട് അത് രണ്ടും നമ്മൾ കൃത്യമായി വ്യവച്ഛേദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഇനി മറ്റൊരു കാര്യം, പെസൻ്റ് എന്ന് പറയുന്നത് വളരെ ഹെട്രോജീനിയസ് ആയിട്ടുള്ള, വൈവിധ്യങ്ങളുള്ള, വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാറ്റഗറിയാണ്, ഒരു സാമൂഹിക സാമ്പത്തിക വിഭാഗമാണ്. ഒരു സാധാരണ അർത്ഥത്തിൽ ഒരു കുടുംബത്തിന് ഒരു എക്സ്റ്റെൻഡഡ് ഫാമിലി ആണെങ്കിൽ ആ കുടുംബത്തിലുള്ള അംഗങ്ങളുടെ അധ്വാനം കൊണ്ട് മാത്രം അവർക്ക് പണിയെടുത്ത് ജോലി ചെയ്ത് അവരുടെ സബ്സിസ്റ്റൻസ്, അവരുടെ ദൈനംദിന ജീവിത ആവശ്യങ്ങളും അടുത്ത വിളവ് കാലം വരെ ജീവിക്കുവാനും വിത്തും ഉൾപ്പെടെയുള്ള വിഭവം ഉണ്ടാക്കുകയും തങ്ങളുടെ മേലുള്ള മേൽക്കോയ്മകൾക്ക് ടാക്സോ റെൻറ്റോ അങ്ങനെയുള്ള രൂപങ്ങളായിട്ട് കൊടുക്കാൻ ഉൾക്കൊള്ളുന്ന വിഭവത്തെ മാത്രം സൃഷ്ടിക്കുന്ന ഒരു കർഷക കുടുംബത്തെ സാധാരണ നമ്മൾ നാമമാത്ര കർഷകർ, മാർജിനൽ പെസൻസ് അല്ലെങ്കിൽ സബ്സിസ്റ്റൻസ് ഫാർമേഴ്സ് എന്ന് പറയും. ഒന്ന്. രണ്ടാമത്, അതിന് കൂടുതൽ ഭൂമി ഉണ്ടാവുകയും കർഷക കുടുംബത്തിൻ്റെ മാത്രം അംഗങ്ങളുടെ അധ്വാനത്താൽ മാത്രം പണിയെടുക്കാൻ തികയാതെ വരികയും പുറത്തു നിന്നായ ലേബേഴ്സിനെ ഹയർ ചെയ്യുന്ന ഒരവസ്ഥ വരുമ്പോൾ മറ്റു തൊഴിൽ സമൂഹങ്ങളെ കൃഷിപ്പണിക്ക് കൊണ്ടുവരേണ്ടി വരുമ്പോൾ ആ പെസൻറ്റിൻ്റെ സ്റ്റാറ്റസ് മാറും. അവർ കുറച്ചുകൂടി ഒരു മിഡിൽ പെസൻറ്റോ അല്ലെങ്കിൽ കുറച്ചുകൂടി ഭൂമിയുടെ മേൽ ഉടമസ്ഥത രൂപങ്ങളും മറ്റ് പുറത്തുനിന്നുള്ള തൊഴിൽ സമൂഹങ്ങളെ സ്വീകരിച്ച് കൃഷി ചെയ്യുന്ന ഒരു മിഡിൽ പെസൻ്റെന്നോ ഒരു മധ്യ കർഷകരെന്നോ അല്ലെങ്കിൽ കുറച്ചുകൂടി അധികാരമുള്ള ഒരു കർഷകരെന്നില്ല. മറ്റൊന്ന് പറഞ്ഞ് വളരെ ബിഗ് ആയിട്ടുള്ള പെസൻ്റാണ്, വലിയ ഭൂവുടമകളായ വലിയ രീതിയിലുള്ള ഭൂമി ഉൾപ്പെടും. ആ ഭൂമി മറ്റ് പെസൻറ്റിന് സബ്ലീസ് ചെയ്ത് പാട്ടത്തിനോ മറ്റു രൂപത്തിൽ കൊടുത്ത് നിലനിൽക്കുകയും
തങ്ങൾക്ക് മുകളിലുള്ള രാഷ്ട്രീയ കോയ്മകൾ ഇന്ത്യ പോലെയുള്ള പ്രദേശങ്ങളിൽ വ്യത്യസ്ത രൂപങ്ങളാണ്. അവർക്ക് പാട്ടവും റെൻറ്റും പിന്നെ മറ്റ് കർഷക സമൂഹങ്ങളിൽ നിന്ന് പിടിച്ചതിന് പാട്ടമായിട്ട് കളക്ട് ചെയ്ത് സ്റ്റേറ്റിന് കൊടുക്കുന്ന ഏജൻസിയിലായിട്ടുള്ള ഒരു മധ്യവർഗ സ്വഭാവമാവുകയും അവർ തന്നെ ഭരണകൂടത്തിന് ആവശ്യമുള്ള മറ്റ് സേവനങ്ങളും ഈ പ്രത്യേകിച്ച് മിലിറ്ററി സേവനങ്ങൾ ഉൾപ്പെടെയുള്ള സൈനിക സേവനങ്ങൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ടാക്സ് കളക്ട് ചെയ്ത് കൊടുക്കുന്ന ഒരു മെഷീനറിയുടെ ഭാഗമായി മാറുന്ന അതുപോലെ ഇപ്പോൾ ഇതാണ് ബിഗ് പെസൻറ്റ്, ലാർജർ പെസൻറ്റ് എന്ന് പറയുന്ന രീതിയിൽ ഇതെല്ലാം നിലനിൽക്കുന്ന ഒരു പ്രീ കൊളോണിയൽ ആയിട്ടുള്ള ഒരു വ്യവസ്ഥയിലാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇത്തരം കർഷക സമൂഹങ്ങൾ ഈ ആധുനിക ഒരു ബ്രിട്ടീഷ് കൊളോണിയലിസം ഇന്ത്യയിൽ ഉണ്ടായി വരുമ്പോൾ ഈ കർഷക സമൂഹങ്ങൾക്ക് വന്ന ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ട്, ഈ കർഷക സമൂഹങ്ങൾ എങ്ങനെയാണ് ഒരു കൊളോണിയൽ സ്റ്റേറ്റിൻ്റെ ചൂഷണാത്മകമായ ക്രമത്തിൽ കൊളോണിയലിസത്തിൻ്റെ സാമ്പത്തികമായ ആവശ്യത്തിനു വേണ്ടി അവർ ഉണ്ടാക്കിയ ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള ഒരു ഉടമസ്ഥാ വ്യവസ്ഥതയുണ്ട് എന്ന് പറഞ്ഞൊരു പ്രോപ്പർട്ടി സിസ്റ്റമുണ്ട്. ഭൂമിയെ വിറ്റ് വില വാങ്ങാവുന്നതും മാറ്റിമാക്കുന്ന ഒരു പ്രോപ്പർട്ടി റിലേഷനിൽ മാറുകയും ആ കർഷക സമൂഹങ്ങൾ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ ചൂഷണക്രമത്തിലേക്ക് മാറുകയും ചെയ്യുമ്പോൾ അവർ ഒരു വലിയ രീതിയിലുള്ള ഒരു ഇൻകോർപ്പറേറ്റീവ് സിസ്റ്റത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അവരുടെ സ്റ്റാറ്റസ് മാറും ഒന്നാമത്തെ കാര്യം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പെസൻ്റ് അഗ്രികൾച്ചർ എന്ന് പറയുന്നത് കേവലം ഒരു സാമ്പത്തിക ബന്ധമായോ ഭൂവുടമ വ്യവസ്ഥമായും മാത്രമല്ല ഇന്ത്യയിൽ നിലനിന്നത്. അത് സാമ്പത്തിക ഇതരമായ ഒട്ടനവധി രൂപങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിലനിന്നുള്ള ഒരു കാര്യം നമ്മൾ പരിഗണിക്കേണ്ടി വരും. ചരിത്രപരമായി പ്രാഗാധുനിക കാലഘട്ടത്തിലും കൊളോണിയൽ കാലഘട്ടത്തിലും അതിൻ്റെ ഇപ്പോൾ വരുന്ന ഒരു കാലഘട്ടത്തിലും. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഈ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന സങ്കല്പമാണ്. മാർക്സിസ്റ്റ് എന്ന സങ്കല്പത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ നമ്മൾ ക്ലാസ് പൊളിറ്റിക്സിനെ കുറിച്ചാണ് നമ്മൾ സാധാരണ സംവദിക്കുക. അതിൻ്റെ അടിത്തറയായത് ക്ലാസ് പൊളിറ്റിക്സ് രാഷ്ട്രീയ പ്രയോഗത്തിൽ സമൂഹത്തെ വിശകലനം ചെയ്തിൽ സമൂഹ മാറ്റത്തെ ഒക്കെ ഉണ്ടാക്കുന്നതിന് ക്ലാസ് എന്ന് പറയുന്ന ഒരു സങ്കല്പത്തെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ക്ലാസിനെ കുറിച്ചുള്ള അവശ്യം ധാരണ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രധാനപ്പെട്ട സങ്കല്പം എന്ന് പറഞ്ഞാൽ ക്ലാസ് എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ കാറ്റഗറിയാണ് എന്നുള്ള സാമാന്യ സങ്കല്പം. അതൊരു ബൂർഷ്വാ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു സങ്കല്പമാണ്. ക്ലാസ് ഈസ് എ വെരി സ്റ്റാറ്റിസ്റ്റിക്കൽ കാറ്റഗറി. രണ്ടാമത്തെ സങ്കല്പം എന്ന് പറഞ്ഞെങ്കിൽ ക്ലാസ് എന്ന് പറയുന്ന ഒരു ഇൻകം ഗ്രൂപ്പാണ് ക്ലാസ്. കുറച്ച് ഇൻകമുള്ള ആളുകൾ, വലിയ രീതിയിൽ ഇൻകമുള്ള ആളുകൾ, അപ്പോൾ ഇൻകം ഗ്രൂപ്പ്. മറ്റൊന്നെന്ന് പറഞ്ഞാൽ ഒരു സാമ്പത്തികമായ ഒരു സ്റ്റാറ്റസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന രീതിയിൽ പല രീതിയിൽ നമ്മുടേതായിട്ടുള്ള പൊതുബോധ്യമായും സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരുൾപ്പെടെയുള്ള ആളുകൾ ഉണ്ടാക്കിക്കൊണ്ടുവന്ന ധാരണയായി നിലനിൽക്കുന്നുണ്ട്. പക്ഷെ ഞാനിവിടെ സ്വീകരിക്കുന്നത് ഈ ധാരണയല്ല. ക്ലാസ് ഒരു ഇൻകം ഗ്രൂപ്പോ ഒരു സ്റ്റാറ്റസ് ഗ്രൂപ്പോ എന്നതല്ല. ക്ലാസ് ഈസ് എ റിലേഷൻ. ക്ലാസ് എന്ന് പറയുന്നത് വർഗം എന്ന് പറയുന്ന ഒരു ബന്ധമാണ്. ആ ബന്ധം ഇത് അടിസ്ഥാനപരമായ മാർക്സിൻ്റെ സങ്കല്പമാണ്. അല്ലെങ്കിൽ പിന്നീട് E.P. തോമസിനെ പോലെയുള്ള വലിയ മാർക്സിസ്റ്റ് ചിന്തകന്മാരും ചരിത്രകാരന്മാരൊക്കെ വികസിപ്പിച്ച സങ്കല്പമാണ്. അതിനെക്കുറിച്ച് വലിയ ഡിബേറ്റ് ഉണ്ട്, അതിലേക്കൊന്നും പോകുന്നില്ല. ക്ലാസ് എന്ന് പറയുന്നത് ഒരു റിലേഷനാണ്, ഒരു ബന്ധമാണ്. എന്തിലുള്ള ബന്ധമാണ്? അത് ഒരു ഉൽപാദന വ്യവസ്ഥയിൽ പിന്നെ ആ ഉൽപാദന വ്യവസ്ഥ സൃഷ്ടിക്കുന്ന പ്രൊഡക്ഷൻ റിലേഷൻ എന്ന് പറയുന്ന ഉൽപാദന ബന്ധത്തിൽ എവിടെയാണ് സ്ഥാനപ്പെട്ടിരിക്കുന്നത് ആ സ്ഥാനത്തിൻ്റെ തലത്തിലാണ് യഥാർത്ഥത്തിൽ ആ ബന്ധത്തെ നിർവചിക്കുന്നത്. പക്ഷേ ഈ അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ മുതലാളിത്ത സമൂഹം ഉണ്ടായി വരുമ്പോൾ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയെക്കുറിച്ചുള്ള അടിസ്ഥാനപരമായിട്ടൊരു ധാരണയാണ്. ഒരു വ്യാവസായിക മുതലാളിത്ത സമൂഹത്തിനെ കുറിച്ചുള്ള ഒരു ധാരണയാണ്. പക്ഷേ ഇന്ത്യ പോലെയുള്ള ഒരു സമൂഹത്തെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ആധുനികമായിട്ടുള്ളൊരു ഇന്ത്യൻ സമൂഹത്തിൽ ഈ പറയുന്ന വർഗബന്ധങ്ങൾ എന്തായിരുന്നു എന്ന് പറയുമ്പോൾ ഈ നിർവചനം കുറച്ച് നമ്മൾ ക്വാളിഫൈ ചെയ്യേണ്ടതുണ്ട്. അത് ഏത് രീതിയിലാണ് നമ്മൾക്ക് അതിന് ഇന്ത്യൻ പരിസരത്തിൽ ഉപയോഗിക്കാവുന്ന കാര്യത്തിൽ കുറച്ചുകൂടി ക്ലാരിഫൈ ചെയ്യേണ്ട ഒരാവശ്യമുണ്ട്. ക്ലാസ് ഒരു റിലേഷനാണ്. പക്ഷേ ഇന്ത്യൻ പരിസരത്തിൽ അത് റിലേഷനായി നിലനിൽക്കുന്നത്
മൂലധന രൂപങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ടാണ്. എന്ന് പറഞ്ഞാൽ മൂലധന രൂപം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാധാരണമായത് ഇന്ത്യ ഒരു കാർഷിക സമൂഹമായതുകൊണ്ട് ഭൂവുടമസ്ഥതയാണ് പ്രധാനപ്പെട്ട മൂലധന രൂപം എന്ന് പറയുന്ന ഒരു ധാരണയുണ്ട്. അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊട്ടനവധി മൂലധന രൂപങ്ങൾ ആർക്ക് ഏത് രൂപത്തിൽ സമാഹരിക്കുവാനും നിലനിർത്തുവാനും അതിൻ്റെ കുത്തകയാക്കി വയ്ക്കാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചരിത്ര പ്രക്രിയ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ ഇന്ത്യയിൽ നമുക്ക് മൂലധനത്തിൻ്റെ സ്വഭാവവും അതിൻ്റെ ചംക്രമണവും അതിൻ്റെ അക്യുമുലേഷൻ പ്രോസസ്സിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ സാമ്പത്തികമായിട്ടുള്ള മൂലധന രൂപത്തിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ചില സമയത്തൊക്കെ കൂടുതലായി ശക്തിമത്തമായി നിലനിന്നിരുന്ന രൂപം മറ്റ് മൂലധന രൂപമാണ്. ഉദാഹരണം സാംസ്കാരിക മൂലധനമാണ്, നമ്മൾ സിംബോളിക്കായിട്ടുള്ള പ്രതീകാത്മകമായ മൂലധനമാണ്, സാമൂഹ്യ മൂലധനമാണ്, വിദ്യാഭ്യാസം പോലെയുള്ള അതായത് അറിവ് രൂപങ്ങളുടെ മേലുള്ള നിയന്ത്രണത്തിൻ്റെ രീതിയിലുള്ള മൂലധന രൂപങ്ങളാണ്. അപ്പം മൂലധന രൂപങ്ങളുടെ വൈവിധ്യങ്ങളുടെ തലത്തിൽ എങ്ങനെയാണ് മൂലധന ആർജിക്കാൻ കഴിഞ്ഞ സമൂഹങ്ങൾ സാമൂഹ്യ ശ്രേണിയിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, വ്യത്യസ്തങ്ങളായ മൂലധന രൂപങ്ങൾ ആർജിക്കാൻ കഴിയാത്ത മനുഷ്യരെങ്ങനെ സാമൂഹ്യ ശ്രേണിയിൽ വിന്യസിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സാമൂഹ്യ ശ്രേണിയിൽ സ്ഥാനപ്പെടുന്ന മനുഷ്യരുടെ സാമൂഹിക കർത്തൃത്വങ്ങളാണ് യഥാർത്ഥത്തിൽ ഇവിടെ ക്ലാസ്സിനെ ഇന്ത്യൻ സാഹചര്യത്തിൽ നിർവചിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ മനസ്സിലാക്കുമ്പോൾ ഞാൻ ഈ മൂലധനങ്ങളുടെ വൈപുല്യത്തെ സങ്കല്പിച്ചുള്ള, അതായത് ഇക്കണോമിക്, കൾച്ചറൽ, സോഷ്യൽ, ഇൻ്റലക്ച്വൽ, സിംബോളിക് തുടങ്ങിയ മൂലധനവുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നം സമീപിക്കാൻ ശ്രമിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ബോർദിയു എന്ന് പറയുന്ന ഒരു സാമൂഹ്യ ശാസ്ത്രത്തിൻ്റെ സങ്കല്പമാണ് ക്ലാസ് വിശകലനത്തിൽ ഉപയോഗിക്കുന്നത്. ഈ 3 കാര്യങ്ങളും എൻ്റെ ഈ സംഭാഷണത്തിൻ്റെ അടിത്തറയായി നിലനിർത്തിയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൊണ്ടും ജനജീവിതങ്ങളുടെയും ജനവൈവിധ്യങ്ങളുടെയും അവരുടെ അതിജീവന ഉപജീവന രൂപങ്ങൾ കൊണ്ട് വളരെ വൈവിധ്യമുള്ള ഒരു സബ് കോണ്ടിനെൻ്റലായിട്ടുള്ള ഒരു ഉപഭൂഖണ്ഡമായിട്ടുള്ളൊരു സമൂഹവും ഒരു ഉപഭൂഖണ്ഡത്തിൻ്റെ എല്ലാ തരത്തിലുള്ള വൈവിധ്യങ്ങളും വൈപുല്യത്തിൽ അടിസ്ഥാനമായി സംസ്കാരത്തിൻ്റെ വൈവിധ്യങ്ങളിലാണ് ഇന്ത്യൻ സമൂഹം ചരിത്രപരമായി വികസിക്കുകയും നിലനിന്നിരിക്കുന്നത്. ചരിത്രപരം അതുകൊണ്ടാണ് നമ്മളെപ്പോഴും അതിനെ നമ്മൾ വൈവിധ്യങ്ങളുള്ള ബഹുസ്വരമായ ഒരു സമൂഹം എന്ന് സാധാരണ വിളിക്കാറുണ്ട്. ആ ബഹുസ്വരതയുടെ അടിത്തറ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത രീതിയിലുള്ള അതിജീവന രൂപങ്ങൾ നിലനിർത്തിക്കൊണ്ട് മനുഷ്യ സമൂഹം എങ്ങനെ വികസിച്ചു വന്നുവെന്നും ആ വികാസ പ്രക്രിയയുടെ ഭാഗമായി എങ്ങനെയാണ് ഒരു രാഷ്ട്രീയ അധികാര സ്വഭാവമുള്ള ഒരു സ്റ്റേറ്റ് സൊസൈറ്റിയിലേക്ക് സമൂഹം എങ്ങനെ പരാവർത്തനം ചെയ്യുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് സമൂഹത്തിൽ ഈ മേൽക്കീഴ് ബന്ധം എന്ന് പറയുന്ന ഹെറാർക്കിക്കൽ രൂപങ്ങൾ ഉണ്ടായി വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നിലവിലുള്ള ധാരണയിൽ നമ്മൾ ഈ കർഷക സമൂഹങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ ജാതി സമൂഹങ്ങളെക്കുറിച്ചും അയിത്തജാതിക്കാരെന്ന് പറയുന്ന അല്ലെങ്കിൽ ദളിതരെന്ന് പറയുന്ന ആളുകളെക്കുറിച്ചുള്ള നിലവിൽ നിൽക്കുന്ന ചരിത്രപരമായിട്ടുള്ള ധാരണകളും ബോധ്യങ്ങളും നിലവിലുള്ള സമകാലികമായിട്ടുള്ള അന്വേഷണങ്ങളുടെയും പൊതുവായ സ്വഭാവം കിടക്കുന്നത് ഇതൊരു കാർഷിക സമൂഹത്തിൻ്റെ വികാസവുമായി ചരിത്രപരമായി ബന്ധപ്പെട്ടുണ്ടായി വന്ന സാമൂഹ്യമായ സ്ഥാനങ്ങളും സാമൂഹ്യമായിട്ടുള്ള ഐഡൻറ്റിറ്റീസുകളാണെന്നുള്ളതാണ്. പക്ഷെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, അത് സംഘടിതമായ സ്ഥിരകൃഷി ഇന്ത്യയുടെ വ്യത്യസ്ത പ്രദേശങ്ങളുള്ള സമതല പ്രദേശങ്ങൾ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ നീർനില കൃഷിയായും നദീതീരങ്ങൾ ഉൾപ്പെടെ പ്രദേശം, ഒരു ഗാൻജറ്റിക് റീജിയൻ ഉൾപ്പെടെ ഡെക്കാനിലെ പ്രധാനപ്പെട്ട നദികൾ, സൗത്ത് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിൽ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ഥിരകൃഷി വികസിച്ച് വരികയും ആ കൃഷി പ്രക്രിയയുടെ ഭാഗമായി മിച്ചോൽപാദനം വലിയ വിപുലമായി ഉണ്ടായി വരികയും ആ മിച്ചോൽപാദനത്തെ നിയന്ത്രിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന സാമൂഹ്യ വർഗങ്ങൾ ഉണ്ടായി വരികയും അത് ഒരു ഭരണകൂട രൂപമായി വികസിക്കുകയും അത് വളരെ ഹെറാർക്കിക്കലായ രൂപത്തിലേക്ക് വികസിക്കുന്ന പ്രക്രിയയിലാണ് സാധാരണ നമ്മളുടെ ഈ ജാതി, പെസൻറ്റ്, ക്ലാസ് തുടങ്ങിയിട്ടുള്ള നമ്മുടെ ധാരണകൾ ചരിത്രപരമായ പ്രക്രിയ കിടക്കുന്ന ആ ബോധ്യത്തിലാണ്. പക്ഷേ ഇന്ത്യയുടെ ചരിത്ര ഭൂതകാലത്തിൽ നമ്മളെടുത്ത് പരിശോധിക്കുമ്പോൾ വളരെ സെഡൻഡറി സ്വഭാവമുള്ള അതിജീവന രൂപങ്ങൾ, ട്രൈബലായിട്ടുള്ള പാസ്റ്റോറൽ അഗ്രികൾച്ചർ എന്ന് പറയുന്ന അതിജീവന രൂപങ്ങൾ, ഗ്യാതറിംഗ് ആയിട്ടുള്ള ഭക്ഷ്യശേഖരണത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന മനുഷ്യർ,
പുനംകൃഷി എന്ന് പറയുന്ന രൂപങ്ങൾ നിലനിർത്തിയ മനുഷ്യർ. ഇങ്ങനെ വൈപുല്യങ്ങളായിട്ടുള്ള മറ്റ് അതിജീവന രൂപങ്ങൾ ഇന്ത്യയുടെ കേരളത്തിൽ പോലും ഈ അടുത്ത കാലം വരെ വേട്ടയാടി ജീവിക്കുന്ന മനുഷ്യരുണ്ട്, പുനംകൃഷി ജീവിച്ച മനുഷ്യരുണ്ട്, ഇപ്പോൾ അടുത്ത കാലത്ത് വരെ. അപ്പോൾ ഇത്തരം സെറ്റിൽഡ് അഗ്രികൾച്ചർ അഗ്രേറിയൻ പ്രോസസ്സിൻ്റെ പുറത്ത് നിൽക്കുന്ന സാമൂഹ്യ വിഭാഗങ്ങളെയോ അതിജീവന ഉപജീവന രൂപങ്ങളെയോ പരിഗണിച്ചുകൊണ്ടോ പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ല ഇന്ത്യയുടെ അഗ്രേറിയൻ ട്രാൻസ്ഫോർമേഷനെ കുറിച്ചും ഈ പെസൻ്റ് അല്ലെങ്കിൽ കർഷകരെന്ന് പറയുന്ന സസ്യഭോഗങ്ങളുടെ ചരിത്രപരമായ വികാസത്തെക്കുറിച്ചും ജാതിയും അയിത്തവും ഉണ്ടായി എന്ന രൂപങ്ങളെക്കുറിച്ചും പ്രധാനപ്പെട്ട പഠനങ്ങൾ നടക്കുന്നു. അതൊരു പ്രധാനപ്പെട്ട പ്രോബ്ലമാണ്, ഒരു ഹിസ്റ്റോറിക്കൽ തിയററ്റിക്കൽ പ്രോബ്ലമാണ്. പക്ഷേ ഈ സംഘടിത കൃഷി ഉണ്ടായി വന്ന ഒരു പ്രക്രിയയുടെ ഉള്ളിലാണ്, അതായത് നമ്മൾ ഗാൻജറ്റിക് എന്ന് പറയുന്ന ഇൻഡോ ഗാൻജറ്റിക് എന്ന് പറയുന്ന സമതല പ്രദേശങ്ങളിൽ എങ്ങനെയാണ് ഒരു സ്ഥിരകൃഷി ഉണ്ടായി വന്നത്. അത് പൊതുവെ പറയുന്നത് ഈ ആര്യന്മാർ എന്ന് വിളിക്കപ്പെടുന്ന ഗോത്ര സമൂഹങ്ങൾ ഇന്ത്യയിലേക്ക് വരികയും അവരുടെ സംഘടിതമായ കുടിയേറ്റങ്ങൾ ആധിപത്യം ഉണ്ടായി വരുമ്പോൾ ത്രൈവർണിക കുടുംബങ്ങളുടെ അധിഷ്ഠിതമായിട്ടുള്ള ജനപദങ്ങൾ ഉണ്ടായി വരും. ജനപദങ്ങൾ എന്ന് ആ ജനപദങ്ങൾ ഉണ്ടായി വരും ഒരു ത്രൈവർണിക കുടുംബങ്ങളായി മാറും. ഈ കുടുംബങ്ങളായി മാറുന്ന പ്രക്രിയയുടെ ഉള്ളിലാണ് യഥാർത്ഥത്തിൽ പുരുഷാധിപത്യവും ജാതിയും ഉണ്ടായി വരുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പ്രധാനപ്പെട്ട ഒരു നിർവചനം അല്ലെങ്കിൽ ഒരു വിശകലനം കിടക്കും. രണ്ട്, ഇവിടെ നിലനിന്നിരുന്ന തദ്ദേശീയരായിട്ടുള്ള അബോറിജിനൽ ക്ലാൻസ് ആൻഡ് ട്രൈബൽ ഗ്രൂപ്പ്സ്, അബോറിജിനലായിട്ടുള്ള നിലനിന്നിരുന്ന ഗ്രൂപ്പുകൾ ഉണ്ട്. അനാര്യരെന്ന് വിളിക്കപ്പെടുന്ന അബോറിജിൻസ് എന്ന് വിളിക്കുന്ന ഇവിടെ നിലനിന്നിരുന്ന ആര്യന്മാരെന്ന് വിളിക്കുന്ന മനുഷ്യരിങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുടിയേറിയിട്ടുണ്ടെങ്കിൽ ദർ ഇസ് എ ഡിബേറ്റ് അബൌട്ട് ദാറ്റ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ആര്യ കുടിയേറ്റത്തെക്കുറിച്ചുള്ള വംശീയ വിഭാഗമാണോ ഭാഷാ സമൂഹമാണോ എന്നതിനെക്കുറിച്ച് വലിയ ചർച്ചകളുണ്ട്. സ്റ്റിൽ ഇറ്റ് ഈസ് ഗോയിങ് ഓൺ, അല്ലെങ്കിൽ പോകുന്നില്ല. പക്ഷെ അവരുടെ മുൻകൈയിലാണ് കൃഷി വികാസം നടന്നതെന്നും ആ കൃഷി വികാസത്തിൻ്റെയും സ്ഥിരകൃഷിയുടെ ഭാഗമായി രണ്ട് പ്രക്രിയ നടന്നു. ഒന്ന്, ഈ ആര്യന്മാരെന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ വന്ന് സെറ്റിൽ ചെയ്ത അവരുടെ സെറ്റിൽമെൻറ്റിന് പുറത്ത് സമീപമുള്ള പ്രദേശങ്ങളിലെ മനുഷ്യരെ അവർ സെറ്റിൽമെൻറ്റിന് ചുറ്റും കാവൽ കിടക്കുന്ന മനുഷ്യരായോ അല്ലെങ്കിൽ ഫീൽഡ് ലേബറായോ പണി ചെയ്യുന്ന മനുഷ്യരായി മാറ്റി ട്രാൻസ്ഫോം ചെയ്തു. ആ ട്രാൻസ്ഫോം ചെയ്യുന്ന പ്രക്രിയ യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ വിശദീകരിച്ചിരിക്കുന്നത്, ഇന്ത്യയിലെ സാമൂഹ്യശാസ്ത്രം പ്രത്യേകിച്ച് നമ്മുടെ ഒരു ഇടതുപക്ഷ ചരിത്ര അതിൻ്റെ ഹിസ്റ്ററി അതിൽ എൻഗേജ് ചെയ്ത് വിശദീകരിച്ചിട്ട് അല്ലാത്തതും ഒരു ലിബറൽ ഹിസ്റ്ററിയും വിശദീകരിച്ചിരിക്കുന്നത് ഫ്രം ട്രൈബ് ടു കാസ്റ്റ് എന്ന് പറയുന്ന ഒരു പരികല്പനയിലാണ്. അതായത് ഗോത്ര സമൂഹങ്ങൾ സ്ഥിരകൃഷിയിലേക്ക് വരികയും അവർ സ്ഥിര കൃഷിയിലേക്ക് വന്ന് ഒരു കുടുംബം, അതായത് ത്രൈവർണിക കുടുംബങ്ങൾ ഉണ്ടായി വരുമ്പോൾ അത് ജാതിയായി മാറി എന്ന പ്രക്രിയയാണ് ഒന്നാമത്തത്. ഇത് മാർക്സിസ്റ്റ് രീതിയിൽ എന്ന് പറഞ്ഞാൽ ഭൂമിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിച്ചുകൊണ്ട് കാർഷിക പ്രക്രിയയിലേക്ക് മാറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ജാതി ഉണ്ടായെന്നാണ് ഒരു നിർവചനം. അതുകൊണ്ടാണ് കൊസാംബി മാർക്സിസ്റ്റ് ചരിത്രകാരനെ കൊസാംബി പറഞ്ഞ് കാസ്റ്റ് ഈസ് എ ക്ലാസ് ഇൻ ദ പ്രിമിറ്റീവ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇതേ രീതിയിൽ തന്നെയാണ് അംബേദ്കറും അടിസ്ഥാനപരമായി ജാതിയെ നിർവചിക്കുന്നത്. അദ്ദേഹം പറയും ഈ ത്രൈവർണിക കുടുംബങ്ങൾ എങ്ങനെ ഉണ്ടായെന്നും ആ കുടുംബങ്ങൾ എങ്ങനെ ജാതിയെ നിലനിർത്തുന്ന ഘടകങ്ങളായി മാറിയതെന്ന് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണരിൽ നിന്ന് മറ്റ് ത്രൈവർണിക വിഭാഗങ്ങളിലേക്ക് മാറുകയും പിന്നീട് ഇന്ത്യയുടെ പൊതു സമൂഹങ്ങൾ പാലിക്കുകയും ചെയ്ത ഒരു ക്രമമുണ്ടായി വന്നത് ഈ കാർഷിക പ്രക്രിയയുടെ ഭാഗമായി സഗോത്ര വിവാഹം എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ അന്തർകുല വിവാഹങ്ങൾ, എൻഡോഗമി എന്ന് പറയുന്നത്, അതായത് കുലത്തിന് അതീതമായി വിവാഹക്രമങ്ങൾ പാലിച്ചിരുന്ന ട്രൈബൽ കമ്മ്യൂണിറ്റി നിശ്ചിതമായ ഒരു ഘട്ടത്തിലേക്ക് അവർ അന്തർകുല വിവാഹങ്ങൾ നിലനിർത്തുന്ന ഒരു പ്രക്രിയയ്ക്ക് മാറി. അപ്പോൾ ജാതി ഉണ്ടായി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഇംപൊസിഷൻ ഓഫ് എൻഡോഗമി ഓവർ എക്സോഗമി ഈസ് ദി കാസ്റ്റ്. അതാണ് അംബേദ്കറിൻ്റെ നിർവചനം. അതാണ് ഈ കൊസാംബിയെ പോലുള്ള മാർക്സിസ്റ്റ് ചിന്തകന്മാർക്ക് കഴിയാതിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എങ്ങനെ എൻഡോഗമി ഉണ്ടായി എന്ന് വിശദീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. എങ്ങനെയാണ് എൻഡോഗമി ഉണ്ടായി? എൻഡോഗമിയാണെന്ന് പറയും, പക്ഷേ എന്തുകൊണ്ട് എൻഡോഗമി എന്ന ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ കൊസാംബിക്ക് കഴിഞ്ഞില്ല. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജാതിയെക്കുറിച്ചുള്ള വിശദീകരണത്തിൽ ഒരു പോരായ്മയായിട്ട് പലപ്പോഴും ആളുകൾ പറയാം. എങ്ങനെ എൻഡോഗമി ഉണ്ടായി? ഒന്ന്. രണ്ട്, എങ്ങനെ ജീവന ഉപാധികൾ
വിഭവരൂപങ്ങളും ജീവന ഉപാധികളും അതിജീവന പ്രക്രിയയും എങ്ങനെ ഹെറിഡിറ്ററി ആയി മാറി എന്നും വിശദീകരിക്കണോ? രണ്ടും വിശദീകരിക്കണം. ജാതിയുടെ അടിസ്ഥാന ഘടകം എന്ന് പറഞ്ഞാൽ എൻഡോഗമിയാണ്, പാരമ്പര്യ രീതിയിലുള്ള അതിജീവന രൂപങ്ങളുടെ പാരമ്പര്യമായ തുടർച്ചയാണ് എന്ന് പറഞ്ഞാൽ ഹെറിഡിറ്ററി ഓക്യുപ്പേഷൻ എന്ന് പറയും. ഹെറിഡിറ്ററി ആയി മാറണ്ടേ? അപ്പോൾ ഹെറിഡിറ്ററി ആയി മാറണമെങ്കിൽ എന്ത് സംഭവിക്കണം? കുടുംബത്തിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ഗോത്രങ്ങൾ ഉൾപ്പിരിവോടുകൂടി കുലങ്ങളായി മാറുകയും കുലങ്ങളുടെ തുടർച്ച നിലനിർത്തുന്നതിന് ഒരു തുടർച്ചാക്രമങ്ങൾ ഉണ്ടായി വേണ്ടി വരും. ദാറ്റ് ഈസ് ദ ജീനിയോളജി ഉണ്ടാവണം. കാസ്റ്റ് ജീനിയോളജി ഇല്ലെങ്കിൽ നിലനിൽക്കില്ല. ഏത് ജീനിയോളജി? അത് തലമുറക്രമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുറക്രമങ്ങളെ എന്ന് പറഞ്ഞാൽ ഒരു സീരിയൽ ഓർഡറിങ് ഓഫ് ലൈഫ് ആക്ടിവിറ്റീസ് ക്ലസ്റ്ററിങ് വിതിൻ ദ സോഷ്യൽ കളക്റ്റീവ് അങ്ങനെയായി മാറണം. ഇല്ലെങ്കിൽ ജാതി തുടരില്ല, ജാതി തുടരും. അതിന് എളുപ്പമാർഗം എന്ന് പറഞ്ഞാൽ ഓരോ സോഷ്യൽ കളക്റ്റീവും സീരിയൽ ഒരു ബൗണ്ടേഡ് സീരിയാലിറ്റി എന്ന് പറയും. ബൗണ്ടേഡ് സീരിയാലിറ്റിയാണ്. തുടർച്ചയുണ്ട്, തുടർച്ച പക്ഷെ ഒരു വൃത്തത്തിൻ്റെ ഉള്ളിൽ മാത്രമേ തുടർച്ച നിലനിർത്തുന്നത് ഇതായി മാറും എന്നുള്ളതാണ്. അത് ആദ്യം ഉണ്ടായി വരുന്നത് ഭൂമിയുടെയും വിഭവങ്ങളുടെയും സമ്പത്തിൻ്റെയും മേൽ ആധിപത്യം സ്ഥാപിച്ച ത്രൈവർണിക കുലങ്ങളിലാണ് അതുണ്ടായി വരുന്നത്. ത്രൈവർണിക കുലങ്ങളിലാണ് ഈ രീതിയിലുള്ള പ്രക്രിയ ഉണ്ടായി വരുന്നത്. രണ്ടാമത്തെ കാര്യം, അതുകൊണ്ട് അംബേദ്കർ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് കാസ്റ്റ് ഈസ് an enclosed class. അടഞ്ഞിരിക്കുന്ന ഒരു വർഗമാണ് ജാതി. അടഞ്ഞിരിക്കുന്ന വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ത്രൈവർണികരായിട്ടുള്ള കുടുംബങ്ങൾ അവർ അടഞ്ഞിരിക്കുന്ന ഒരു വ്യവസ്ഥയെ സാധ്യമാക്കിയത് ബ്രാഹ്മണിക്കൽ പീട്രിയാർക്കി എന്ന് പിന്നീട് വിളിക്കപ്പെട്ട, അല്ലെങ്കിൽ അംബേദ്കർ അതിന് സൂചന നൽകിയ സങ്കല്പത്തിലാണ്. ഒരു കുടുംബഘടനയിൽ അതിൻ്റെ വിഭവരൂപങ്ങൾ ഗോത്രകുലബന്ധത്തിൻ്റെ ഉള്ളിൽ തുടർച്ചയാക്രമങ്ങളുടെ ജാതിയായി സീരിയലായി തലമുറകളിലൂടെ തുടരണമെങ്കിൽ അത് ഈ തുടർച്ചാക്രമത്തിൻ്റെ ഉള്ളിലാണെന്ന് ഉറപ്പുവരുത്തണമെങ്കിൽ അത് പുരുഷൻ എന്ന് പറയുന്ന കാരണവരെന്ന് പറയുന്ന ഒരു എപ്പോണിമസ് ആൻസസ്റ്ററുടെ പിന്തുടർന്നുകൊണ്ട് പുരുഷക്രമത്തിലുള്ള തുടർച്ചാക്രമങ്ങൾ സാധ്യമാകണം. പുരുഷക്രമത്തിലുള്ള തുടർച്ചാക്രമങ്ങൾ സാധ്യമാകണമെങ്കിൽ അത് പെട്രിലീനി എന്ന് പറയും, ലീനിയേജ് പെട്രിലീനിയിലാവണം, പുരുഷക്രമത്തിലാവുന്ന ഒരു പെട്രിയാർക്കൽ സിസ്റ്റമായി ഇത് മാറണം. അതിന് ഏറ്റവും എളുപ്പമാർഗം അതാത് ഗോത്ര ഉൾപ്പിരിവിൽ നിൽക്കുന്ന ഗോത്ര കുലങ്ങളുടെ ഉള്ളിലുള്ള സ്ത്രീകളെ അവരുടെ ലൈംഗികതയെയും പ്രജനനത്തെയും അവരുടെ സെക്ഷുവാലിറ്റിയെ, ഇണചേരൽ, ലൈംഗികത, പ്രണയം, കാമം, വിവാഹം, പ്രജനനം, ഈ രൂപങ്ങളെ സാമൂഹികവും സാംസ്കാരികവുമായി നിയന്ത്രിക്കണം. ആ നിയന്ത്രണ രൂപമാണ് ബ്രാഹ്മണിക്കൽ പീട്രിയാർക്കി എന്ന് പറയുന്നത്. ബ്രാഹ്മണിക്കൽ പീട്രിയാർക്കി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ പീട്രിയാർക്കിയുടെ തുടർച്ച നിലനിൽക്കാതെ ജാതിക്ക് ഏറ്റവും ചുരുങ്ങിയത് ത്രൈവർണിക സമൂഹങ്ങളിൽ നിലനിൽക്കാൻ കഴിയില്ല. ത്രൈവർണിക സമൂഹങ്ങൾ. അപ്പോൾ ത്രൈവർണിക സമൂഹങ്ങളിലെ ജാതി എന്ന് പറഞ്ഞാൽ ആ സമൂഹത്തിനുള്ളിലെ ക്ലാസ് തന്നെയാണ്. അതുകൊണ്ടാണ് അംബേദ്കർ കാസ്റ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ആ സമൂഹത്തിൽ ഒരു ക്ലാസ്സാണ് അവർ, അത് എൻക്ലോസ് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി വിഭവങ്ങൾ തുടർച്ചാക്രമങ്ങളുടെ ഭാഗമായി ഹെറിഡിറ്ററി ആയി മൂലധന രൂപങ്ങൾ അടുത്ത തലമുറയിലേക്ക് പെർക്കുലേറ്റ് ചെയ്യുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന തുടർച്ചാക്രമമായി ജാതി പ്രവേശിച്ചു എന്നുള്ളതാണ് ഒന്ന്. ഇനി മറ്റു സമൂഹങ്ങളെപ്പോൾ എങ്ങനെയാണ് ജാതി ഉണ്ടായി? അതൊരു പ്രശ്നമാണല്ലോ. ബ്രാഹ്മണർക്ക് ജാതി ഉണ്ടായി, മറ്റുള്ളവർ ജാതി എങ്ങനെ ഉണ്ടായി? അതിന് ഉത്തരം തരുന്നുണ്ട്. സമ്മതിച്ചു, ബ്രാഹ്മണരും ത്രൈവർണികളും ജാതി ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ ഇതല്ല പുറത്തുള്ള മനുഷ്യർ എങ്ങനെ ജാതികളായി വിശദീകരിക്കണ്ടേ? ആ വിശദീകരണത്തിൻ്റെ ഒരു സാധ്യത എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഈ ത്രൈവർണിക കുടുംബങ്ങൾ വന്ന് താമസിക്കുന്ന സെറ്റിലർ കൾട്ടിവേറ്റേഴ്സ് എന്ന് പറയും. സ്ഥിര താമസിക്കുന്ന ഭൂടമസ്ഥരുടെയും മറ്റു വിഭവ രൂപങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നിൽക്കുന്ന കുടുംബങ്ങളായി ത്രൈവർണിക കുടുംബങ്ങൾ മാറുമ്പോൾ അതിന് ചുറ്റും കിടക്കുന്ന മനുഷ്യരുണ്ട് കുറേ അബോറിജിനൽ ആയിട്ടുള്ള മനുഷ്യർ. അവരെ പല പേരുകളാണ്. പുഖാസർ പറയും. ഇന്ത്യൻ നമ്മുടെ ബ്രാഹ്മണ്യ പാരമ്പര്യത്തിലുള്ള സാഹിത്യങ്ങൾ, ധർമ്മശാസ്ത്രങ്ങളിലൊക്കെ പല പേരിലാണോ അറിയപ്പെടുന്നത്. നിഷാദർ, ചണ്ടാലർ, പുഖാസർ, കൈവൃതർ എന്നൊക്കെ പറഞ്ഞ പല പേരുകളിലുമാണ് അത് അറിയപ്പെടുന്നത് പ്രാചീന കാലത്ത്. അങ്ങനെയുള്ള സമൂഹങ്ങളെ
കാവൽക്കാരും ഫീൽഡ് ലേബേഴ്സും ആക്കി മാറ്റും. കാവൽക്കാരെന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ കുടുംബങ്ങളുടെ അവരുടെ ഭൂമിക്കും അവരുടെ താമസ ഇടങ്ങൾക്കും അവരുടെ ഗ്രാമങ്ങളിലും കാവൽ കിടക്കുന്ന മനുഷ്യരാക്കി മാറ്റും. അതുകൊണ്ട് അംബേദ്കർ പറയുന്നത് ഈ കാവൽ സമൂഹങ്ങളായി മാറ്റിയ സമൂഹങ്ങളിൽ നിന്നാണ് അൺടച്ചബിൾസ് ഉണ്ടായി വരുന്നത്. കാവൽ സമൂഹങ്ങളായി മാറ്റിയ സമൂഹങ്ങളിലാണ് എന്ന് പറഞ്ഞാൽ തങ്ങൾ നിലനിർത്തിയിരുന്ന അവരുടേതായിട്ടുള്ള ഗോത്ര കുലബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെടുകയും ഈ അബോറിജിനൽ ട്രൈബ്സ്, ഈ ബ്രാഹ്മണ ത്രൈവർണ്യ കുടുംബങ്ങളുടെയും ഗ്രാമങ്ങളുടെയും പ്രൊട്ടക്റ്റേഴ്സ് ആയിട്ട് ഫീൽഡ് ലേബേഴ്സായി കാവൽക്കാരായി നിലനിൽക്കുമ്പോൾ അവരുടെ ഗോത്രബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് അവർ ഈ കാവൽക്കാരും മറ്റുള്ള മനുഷ്യരായി സബോർഡിനേറ്റ് ചെയ്യപ്പെട്ട് സബ്ജുഗേറ്റ് ചെയ്യപ്പെട്ട് മാറും. ആ മാറുന്ന പ്രോസസ്സിലാണ് ബ്രോക്കൺ മെൻ എന്ന് പറയുന്ന ഒരാളുണ്ടായി വരുന്നത്. ബ്രോക്കൺ മെൻ എന്ന് പറഞ്ഞാൽ എന്താ? തങ്ങളുടെ ഗോത്രകുല ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ട് അവരുടെ ലീനേജിന്റെ തുടർച്ച നിലനിർത്താൻ കഴിയാത്തവരായി ഈ ആശ്രിത സമൂഹങ്ങളായി അങ്ങനെ മാറും. അങ്ങനെ ആശ്രിത സമൂഹങ്ങളായി മാറുന്ന പ്രോസസ്സിലാണ് ബ്രോക്കൺ മെൻ ഉണ്ടായി വരുന്നത്. അതാണ് അൺടച്ചബിലിറ്റിയുടെ ഉണ്ടായി വരുന്നത്. അങ്ങനെ ബ്രോക്കൺ മെൻ ആയി അൺടച്ചബിളായി മാറുന്ന സമൂഹങ്ങളുടെ മേൽ ഐത്തം എന്ന് പറയുന്ന ഒരു ബോധം, ഒരു പ്രക്രിയ, ഒരു പ്രോസസ് അടിച്ചേൽപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ബ്രാഹ്മണ്യത്തിൻ്റെ വ്യവഹാരം എന്ന് പറയുന്നത്. ബ്രാഹ്മണ്യത്തിൻ്റെ വ്യവഹാരം ഇത് അടിച്ചേൽപ്പിക്കുകയാണ്. അതുകൊണ്ട് ഈ ഐത്തം എന്ന് പറയുന്നത് ഹീനതയുമായിട്ടാണ് ഐത്തം നിലനിൽക്കുള്ളൂ. ഹീനതയില്ലെങ്കിൽ ഐത്തത്തെ നിലനിൽക്കുന്നത്. ഹീനത എന്ന് പറയുന്ന സങ്കല്പമാണ് ബ്രാഹ്മണ്യം ഹീനകുലങ്ങളായി കാണുന്നു എന്നുള്ളതാണ്. ബ്രോക്കൺ മെന്നാർ ഒന്നെങ്കിൽ ഹീനകുലങ്ങളാണ്, അല്ലെങ്കിൽ ജീനിയോളജികളില്ലാത്ത മനുഷ്യരാണ്. ജീനിയോളജി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം, ഞാൻ ഇന്ന കുലത്തിൽ നിന്ന് വരുന്നവരാണ് എന്ന് പറയും. ജീനിയോളജിയെ കട്ട് ചെയ്തിട്ട് അവരെ യാതൊരുവിധ രീതിയിലുള്ള അവരുടെ തുടർച്ചാക്രമങ്ങൾ നിലനിർത്താതെ അടിമയാക്കി മാറ്റും. ഈ പ്രോസസ്സിനെ ഇന്ത്യയിലെ ചരിത്ര വിജ്ഞാനം അതിനെ ഹീലോട്ടേജ് എന്നാണ് കോസാംബിയൻ ഹീലോട്ടേജ് എന്ന് വിളിക്കും. ആ പ്രോസസ്സിന് റൊമില ഥാപ്പറേനെ ഹീലോട്ടേജ്, ഒരു തരം അടിയാളത്വം എന്നാണ്. അംബേദ്കർ അതിനെ അൺടച്ചബിലിറ്റി എന്ന്. അപ്പോൾ അങ്ങനെ മാറിയ മനുഷ്യർ എന്ന് പറഞ്ഞാൽ അവര് ഭൂവുടമസ്ഥതയുടെ, വിഭവരൂപങ്ങളുടെ, സാംസ്കാരിക മൂലധനങ്ങളുടെ, സാമ്പത്തിക മൂലധനങ്ങളുടെ, പ്രതീകാത്മകമായ മൂലധനങ്ങളിൽ നിന്നെല്ലാം തന്നെ പുറത്താക്കപ്പെട്ടവരായി മാറും എന്ന് പറഞ്ഞാൽ അവർ സീൽഡ് ഓഫ് ചെയ്യപ്പെടുകയും മാത്രമല്ല അവർ ബ്രാഹ്മണ ഗ്രാമങ്ങളുടെയോ ത്രൈവർണിക ഗ്രാമങ്ങളുടെയോ കുടുംബങ്ങളുടെയോ ഓരത്ത് തള്ളി മാറ്റി അവർ പുറത്താക്കപ്പെട്ടവരായി മാറും എന്ന് പറഞ്ഞാൽ സോഷ്യൽ എക്സ്പൾഷൻ ഉണ്ടാവും. ഒന്ന് സോഷ്യൽ എക്സ്പൾഷൻ ഉണ്ടാവും, രണ്ട് ഡിസ്പൊസഷൻ ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. ഡിസ്പൊസസ് ചെയ്യപ്പെടും, അവരുടെ അതിജീവന രൂപങ്ങൾ, ഭൂമി ഉൾപ്പെടെ അതിജീവന രൂപങ്ങൾ നിന്ന് അവർ ഡിസ്പൊസസ് ചെയ്യപ്പെടും, അവർ ഡിസ്പ്ലേസ് ചെയ്യപ്പെടാം, തള്ളി മാറ്റി അവരെ ഒരു ഓരത്ത് മൂലയ്ക്ക് കൊണ്ടുപോയിടും. അങ്ങനെയാണ് ഇന്ത്യയിൽ യഥാർത്ഥത്തിൽ ഐത്തക്കാർ താമസിക്കുന്ന ഗെറ്റോസ് ഉണ്ടായി വരുന്നത്. അതുകൊണ്ടാണ് അംബേദ്കർ അൺടച്ചബിൾസ് ആർ ദി ചിൽഡ്രൻസ് ഓഫ് ഇന്ത്യാസ് ഗെറ്റോസ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണ്യ ത്രൈവർണികമായിട്ടുള്ള ഒരു ഗ്രാമവ്യവസ്ഥ, ഒരു കാർഷിക വ്യവസ്ഥ എപ്പോഴും അധ്വാനിക്കുന്ന സമൂഹങ്ങളെ തള്ളിപ്പുറത്താക്കി അവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്യുകയും ആ അധ്വാനത്തെ ചൂഷണം ചെയ്യുന്ന പ്രക്രിയയിൽ അവരെ അപരരായി, ഐത്തക്കാരായി അവരുടെ മേൽ ഹീനത അടിച്ചു കൽപ്പിച്ചുകൊണ്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ഹീനതയുടെ ഒരു പ്രധാനപ്പെട്ട പ്രോസസ്സിൻ്റെ വളർച്ചയുടെ ഭാഗമായി ഇവർ ഇടപരമായി, ഇടം എന്ന് പറഞ്ഞാൽ സ്പേഷ്യലായി, ഒന്ന് സോഷ്യലായി സാമൂഹ്യമായി സമൂഹത്തിൻ്റെ അടിത്തട്ടിലേക്ക് പോകുന്നു, ഒന്ന് സ്പേഷ്യലായി സ്പേസിൻ്റെ തലത്തിൽ അവർ പുറത്താക്കപ്പെടുന്നു, മാർജിനൽ സ്പേസിലേക്ക്, ഗെറ്റോ സ്പേസിലേക്ക് മാറുന്നു. ആ ഗെറ്റോ സ്പേസിൻ്റെ പ്രാചീന മധ്യകാല തുടർച്ചകളിലാണ് ഇന്ത്യയിലെ ഗ്രാമം നിലനിൽക്കുന്നത്. ഗ്രാമത്തിന് പുറത്തിങ്ങു വസിക്കുന്ന ചാമർ നായകൻ തൻ്റെ കിടാത്തി ഞാൻ എന്ന് പറയുമ്പോൾ ഗ്രാമത്തിൻ്റെ ഓരത്തിൽ, ഗ്രാമത്തിന് പുറത്തോ ഓരത്തോ താമസിക്കുന്ന സ്പേസിലാണ് എന്ന് പറഞ്ഞാൽ ഗെറ്റോസിലാണ്. അതോ ആ ഗെറ്റോസിൻ്റെ തുടർച്ചയാണ് ഇന്ന് നമ്മൾ ഈ പട്ടികജാതി പട്ടികവർഗ കോളനികളായി ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ ജാതിക്ക് ഒരു സ്പേഷ്യൽ ഹെറാർക്കി ഉണ്ട്, ഒരു ഇടപരമായിട്ടുള്ള ഒരു ഹെറാർക്കിയുടെ ഉള്ളിലാണ്, സ്ഥലപരമായ ഇടപരമായ ഒരു ഹെറാർക്കിയുടെ ഉള്ളിലാണ് നിലനിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ജാതി വ്യവസ്ഥയെ നമ്മൾ പരിഗണിക്കുമ്പോൾ, വർഗത്തെ നമ്മൾ പരിഗണിക്കുമ്പോൾ, അല്ലെങ്കിൽ പെസൻ്റ് അഗ്രികൾച്ചർ എന്ന് നമ്മൾ പരിഗണിക്കുമ്പോൾ
എങ്ങനെയാണ് there is a homology between spatial hierarchy and social hierarchy. സോഷ്യൽ ഹെറാർക്കി എന്ന് പറഞ്ഞാൽ സാമൂഹികമായുള്ള ശ്രേണീവൽക്കരണ പ്രക്രിയ, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്നൊരു പ്രോസസ്സ് ഉണ്ടായി വരുന്നത് സ്പേസിനെ തന്നെ ഹെറാർക്കി കൊണ്ട്. ഒരു ഗ്രാമത്തിൽ എവിടെ അൺടച്ചബിൾ കിടക്കണം, എവിടെ ധനിക കർഷകൻ കിടക്കണം, എവിടെ ബ്രാഹ്മണൻ കിടക്കണം, എവിടെ ശൂരകൻ കിടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ വ്യവസ്ഥ സൃഷ്ടിച്ച സ്പേഷ്യലായിട്ടുള്ള പ്രോസസ്സിൻ്റെ ഉള്ളിലാണ്. ആ പ്രോസസ്സിനെ നമ്മൾ വേണ്ടത്ര രീതിയിൽ വിശദീകരിക്കാതെയാണ് കാസ്റ്റിനെ കുറിച്ച് എപ്പോഴും നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമ്മൾ പറയും ജാതി എന്ന് പറഞ്ഞാൽ അൺടച്ചബിലിറ്റിയാണ്, ജാതി എന്ന് പറഞ്ഞാൽ അത് മറ്റെന്തൊക്കെയാണ് എന്നുള്ള സംഭവത്തിലേക്ക്. എന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ മെറ്റീരിയാലിറ്റി ആൻഡ് സ്പേഷ്യാലിറ്റി ഓഫ് കാസ്റ്റ് എന്ന് പരിഗണിച്ചുകൊണ്ട് മാത്രമേ നമ്മൾ ഈ ദളിത് എന്ന് പറയുന്ന കാറ്റഗറിയെ നമ്മൾ അതിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ ഒരു. അപ്പം അങ്ങനെയുള്ള സാമൂഹ്യ വിഭാഗങ്ങൾ പല കാലഘട്ടങ്ങളിൽ ബലാഹർ, തോരികൾ, ധനുഷ്, ചാമാർ, മാല, മഡിക, ആൾ, അടിയാർ തുടങ്ങിയ പല പേരുകളിലാണ് ഇന്ത്യയിലെ വ്യത്യസ്ത പ്രദേശങ്ങൾ. ദക്ഷിണേന്ത്യയിലാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾ, അടിയാർ, പുലയർ, ഫലയർ എന്ന പല പേരുകളിൽ അറിയപ്പെടുന്നു. നോർത്ത് ഇന്ത്യയിലാണെങ്കിൽ ബലാഹർ എന്ന് പറയും, തോരികൾ എന്ന് പറയും. ഇന്ത്യയിലെ വിവിധ കാലഘട്ടങ്ങൾ സ്റ്റേറ്റ് സമൂഹങ്ങൾ ഉയർന്നു വന്നപ്പോൾ കാർഷിക സമൂഹത്തിൻ്റെ വികാസം സംഭവിക്കുമ്പോൾ അതിൽ നിന്നും ഈ കാർഷിക സമൂഹത്തിൻ്റെ ഈ പെസൻ്റ് അഗ്രികൾച്ചറിൻ്റെ അടിത്തറയിൽ നിൽക്കുന്ന കാർഷിക സമൂഹത്തിൻ്റെ നിന്നും പിന്നെ ഈ മധ്യവർത്തികളായിട്ടുള്ള കർഷക സമൂഹങ്ങളും സ്റ്റേറ്റ് സിസ്റ്റവും ഇതിൻ്റെ മീഡിയേഷണറി പ്രോസസ്സിലൂടെ ഈ മിച്ചമായ ഉൽപ്പാദനം തട്ടിയെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ ഈ സമൂഹങ്ങളെ ഈ ഉൽപാദന വ്യവസ്ഥാക്രമത്തിൽ നിന്ന് ഓണർഷിപ്പിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഈ ഐത്തത്തിൻ്റെ ഒരു രൂപം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ജാതിയും ഭൂവുടമസ്ഥതയും പെസൻ്റ് അഗ്രികൾച്ചറും സ്റ്റേറ്റിൻ്റെ തമ്മിലുള്ള ഈ ബന്ധത്തിൻ്റെ ഒരു പ്രത്യേകത കിടക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ സമൂഹത്തിൽ വിഭവ രൂപങ്ങളുടെ മേലുള്ള നിയന്ത്രണമോ അതിൻ്റെ ഉടമസ്ഥതയോ അതിന് മേലുള്ള പൊസഷനോ റൈറ്റുകളായിട്ടാണ് നിലനിന്നിരുന്നത്. ഓണർഷിപ്പ് രൂപത്തിലല്ല, മോഡേൺ രീതിയിലുള്ള പ്രോപ്പർട്ടി ഓണർഷിപ്പിലല്ല നിലനിന്നിരുന്നത്. അത് അടിസ്ഥാനപരമായി അവകാശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവകാശമാണ്, ജന്മിയുടെ അവകാശം. ജന്മി പറയുന്നത് എൻ്റെ ജന്മാവകാശമാണെന്നാണ് പറയുന്നത്. ഓണർഷിപ്പ് രൂപം ആധുനികമാണ്. അത് പാശ്ചാത്യമായിട്ടുള്ള ഓണർഷിപ്പിൻ്റെ ഭാഗമായിട്ട് വന്ന സങ്കല്പമാണ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇവിടെ പ്രോപ്പർട്ടിയുടെ മേലുള്ള നിയന്ത്രണ രൂപം കൺട്രോൾ ഓണർഷിപ്പ് പൊസഷൻ ഓഫ് ലാൻഡഡ് റൈറ്റ്. ഭൂമിയുടെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഏറ്റവും ദരിദ്ര കർഷകരായ ആളുകളെ സംബന്ധിച്ചോളം അവർക്ക് കൃഷി ചെയ്യാനുള്ള അവകാശം, കുടി അവകാശം എന്ന് പറയും, അല്ലെങ്കിൽ കുടിമ അവകാശം എന്ന് പറയും, അല്ലാതെ കുടിയായ്മ എന്ന് പറയുന്നത് അവകാശം. ഇനി കുറച്ചുകൂടി ഉയർന്ന കർഷകരുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ വലിയ കുറച്ചുകൂടി മറ്റ് കർഷകരെയും ഉപയോഗിച്ച് പിന്നെ ലേസിന് പാട്ടത്തിന് ഭൂമി കൊടുത്ത് സബ്ലീസ് ചെയ്ത് ഭൂമി എടുത്ത് നിൽക്കുന്നവരും ഒക്കെ ആയ കർഷകർ. പിന്നെ വലിയ ധനികരായ കർഷകരുണ്ട്. ആ കർഷകരുടെ ജോലി എന്താ? അതാത് കാലഘട്ടത്തിൽ ഉയർന്നു വന്ന രാഷ്ട്രീയ അധികാര രൂപങ്ങൾക്ക് റെന്റ്, പാട്ടം, കുടിമ, കടമ തുടങ്ങിയിട്ടുള്ള രീതിയിൽ ഈ മിച്ചം ഉൽപ്പാദനത്തെ കർഷകരിൽ നിന്ന് പിടിച്ചെടുത്ത് കൊണ്ടുപോയി സ്റ്റേറ്റിന് കൊണ്ടു കൊടുക്കുന്ന ജോലിയായിരുന്നു, ഭരണകൂടത്തിന് കൊടുക്കുന്ന ജോലിയാണ്. അപ്പോൾ ഭരണകൂടം എന്ത് ചെയ്യും? ഇവർക്ക് ചില സ്ഥാനമാനങ്ങൾ നൽകും. സ്ഥാനവും മാനവും പല പേരുകളിലും. ഗ്രാമത്തിലുള്ള കർഷക സമൂഹങ്ങളും കുൽക്കർണി, ചാറ്റാർജി എന്നൊക്കെ പറഞ്ഞ പല പേരുകളുണ്ടല്ലോ. ഭട്ടാചാര്യ, കുൽക്കർണി, ചാറ്റാർജി, അങ്ങനെ കുറേ പേരുകളുണ്ട്. പല പേരുകൾ. ഗ്രാമമുഖ്യന്മാരായി, പ്രാദേശികമായി കരം പിരിവുകാരായി, പാട്ടം പിരിക്കുന്ന ആളുകളായി, ഭരണകൂടത്തിൻ്റെ ഇടനിലക്കാരായി മാറിയ കർഷക സമൂഹം. അതോടൊപ്പം തന്നെ സ്റ്റേറ്റിന് അതാത് മധ്യകാല സ്റ്റേറ്റിലാണ് ഇക്ത, മാൻസബ്ദാർ തുടങ്ങിയ രീതിയിൽ മുഗൾ, അതുപോലെ തന്നെ നമ്മുടെ സുൽത്താനേറ്റ് ഭരണകൂടത്തിൽ മിലിറ്ററി സേവനം ചെയ്യണം, സൈനിക സേവനം ചെയ്യണം. സൈനിക സേവനം ചെയ്യുന്ന ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഒരു ഭൂവുടമസ്ഥതാ സിസ്റ്റമാണ് ഇതിൽ പല കാലഘട്ടത്തിൽ ഉണ്ടായി വരുന്നതാണ്. അങ്ങനെയുള്ള പ്രക്രിയയിൽ എവിടെയായിരുന്നു അയിത്തക്കാരൻ്റെ സ്ഥാനം എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ മാത്രമാണ് പെസൻറ്റും അയിത്തക്കാരും തമ്മിലുള്ള ബന്ധം കിടക്കുന്നത്. മനസ്സിലായോ? കർഷകരും അയിത്തക്കാരും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ പറയുന്ന പിന്നെ ദളിത് എന്ന് പറയുന്ന സമൂഹങ്ങൾ ചരിത്രപരമായി ഭൂവുടമസ്ഥയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. ഈ അവകാശക്രമങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രേഡഡ് റൈറ്റ്സ് ആണ്. ഭൂമിയുടെ മേലുള്ള അവകാശം എന്ന് പറഞ്ഞാൽ ഒരു തരം തിരിച്ച രീതിയിലുള്ള ഗ്രേഡഡ് റൈറ്റ് ഓവർ ദ ലാൻഡ്. മനസ്സിലായോ? കർഷകർക്ക് ഗ്രേഡഡ് ആണ്. വലിയ കർഷകന് കൂടുതൽ ഭൂമിയുടെ മേലുള്ള അധികാരമുണ്ട്, സ്ഥിരാവകാശം ഉണ്ടാവും.
ജന്മിയായിരിക്കും, ജന്മിയുടെ സ്വഭാവമുള്ളവരാവാം, അല്ലെങ്കിൽ കുറച്ച് താഴെയുള്ള മിഡിൽ പെർസെൻ്റ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് അത്രേ ഇതുള്ളൂ. നാമമാത്ര കർഷകർക്ക് അവരെ വേണമെങ്കിൽ അവരെ ഒഴിവാക്കി വിടാം, അല്ലെങ്കിൽ അവർ കുടി കിടത്താം. കുടി നീക്കാക്കാരായ്മ സൗത്ത് ഇന്ത്യയിൽ പറയുന്ന രൂപങ്ങളാട്ടോ ഇത്. എന്ന് പറഞ്ഞാൽ കാരാളരായിട്ടുള്ള കർഷകരെ കുടികിടക്കുന്നതും പായിപ്പിച്ച് വിടാം വേണമെങ്കിൽ ഓണർക്ക്. എന്നാൽ നാടുവാഴിക്കോ രാജാവിനോ ക്ഷേത്രത്തിനോ ബ്രാഹ്മണർക്കോ പായിപ്പിച്ച് വിടാം. എന്ന് പറഞ്ഞാൽ നീ പോടാന്നും പറഞ്ഞ് ടെനൻ്റ് വിൽ എന്ന് പറയും. ഇഷ്ടപ്പെട്ടെങ്കിൽ അവിടെ കൃഷി ചെയ്യിപ്പിച്ച് അനുവദിച്ചാൽ മതി. മറ്റൊന്ന്, അങ്ങനെ വിടാൻ പാടില്ല. കാരണം പരമ്പരാഗതമായി കൃഷി ചെയ്യുവാനുള്ള അവകാശങ്ങൾ അവർക്ക് ജന്മനാ തന്നെ ഉള്ളതാണ് കർഷകന്, അങ്ങനെയുള്ള അവകാശങ്ങളാണ്. മറിച്ച് അയിത്തക്കാരായി മാറ്റപ്പെട്ട സമൂഹങ്ങൾ അവർക്ക് അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അവകാശങ്ങൾ ഇല്ലാതെ നിലനിർത്തി എന്നുള്ളതാണ്. ഒരു ഭൂവുടമ വ്യവസ്ഥയിൽ കർഷകർ വരെയുള്ള ഒരു മാർജിനൽ പെസൻറ്റ് വരെയുള്ള അല്ലെങ്കിൽ നാമമാത്രപരമായ കർഷകർ എന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഭൂമിയുടെ മേൽ കൃഷി ചെയ്യുവാനും അതുപോലെ തന്നെ ആ കൃഷിയുടെ രീതിയിൽ അവരുടെ കാർഷിക വൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടുള്ള നിയന്ത്രണങ്ങൾ സാധ്യമായിരുന്നു എന്നൊരു അവകാശമുണ്ട്. ഈ അയിത്തക്കാരെന്ന് ദളിതരെന്ന് ഇന്ന് വിളിക്കപ്പെടുന്ന സമൂഹങ്ങൾക്ക് ഭൂമിയുടെ മേൽ അവകാശങ്ങൾ ഉണ്ടായിരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഭൂമി ഉൾപ്പെടെയുള്ള മറ്റ് ഇതര വിഭവ രൂപങ്ങളിൽ അവകാശങ്ങളില്ലാത്ത മനുഷ്യരാക്കി ഈ സിസ്റ്റമിക്കായിട്ട് വ്യവസ്ഥാപരമായി നിലനിർത്തി എന്നുള്ളതാണ് ഈ ജാതി വ്യവസ്ഥയും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തിൽ ദളിതെന്നും അയിത്തജാതിക്കാരെന്നും പറയുന്ന വിഭാഗങ്ങളുടെ പൊതുവായിട്ടുള്ള നില എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ ഇല്ലാത്തവരെ മനുഷ്യരായി പരിഗണിക്കത്തില്ല എന്നുള്ളതാണ് ഇന്ത്യൻ വ്യവസ്ഥയുടെ ഒരു പ്രത്യേകത. എന്തെങ്കിലും രീതിയിലും അവകാശം വേണം. എന്തെങ്കിലും രീതിയിലും നിങ്ങൾക്ക് കുടിയാണെങ്കിൽ കുടി അവകാശം വേണം. പാട്ടക്കാരനാണെങ്കിൽ പാട്ടത്തിൻ്റെ അവകാശമുണ്ട്. കാരണം എന്താ? അയാൾ കുടിമ കൊടുക്കും. ആർക്ക്? ലാൻഡ് ലോഡിനോ സ്റ്റേറ്റിനോ കുടിമ കൊടുക്കും, അല്ലെങ്കിൽ പാട്ടം കൊടുക്കും, അല്ലെങ്കിൽ കരം കൊടുക്കും. ഇതൊന്നും കൊടുക്കാൻ ശേഷിയില്ലാത്തതാണ്. കാരണം ഇയാൾക്ക് ഭൂമിയുമായിട്ട് ഒരു ഭൂമിയുടെ മേൽ ഇത്. അപ്പോൾ ഇവരെന്തായിരുന്നു? ഇവർ ലേബർ പ്രോസസ്സിലാണ്, അധ്വാന പ്രക്രിയയിൽ നിലനിൽക്കുന്നവർ. എങ്ങനെയുള്ള അധ്വാന രീതിയിൽ? അത് ഫോഴ്സ്ഡ് ലേബറാണ്. നിർബന്ധിതമായി അടിമയാക്കപ്പെട്ട് ഈ അധ്വാന പ്രക്രിയയിൽ സ്ഥിരമായി നിലനിർത്തുന്ന ഒരു മനുഷ്യ സമൂഹങ്ങളായി ഇന്ത്യയിൽ അയിത്തക്കാരെ മാറ്റി എന്നുള്ളതാണ് ഇന്ത്യൻ കാർഷിക വ്യവസ്ഥയുടെ ബന്ധം കിടക്കുന്നത്. മനസ്സിലായി? അപ്പോൾ ഭൂവുടമസ്ഥത ഇല്ലാത്ത ജാതി സമൂഹങ്ങളും ഭൂമിയുടെ മേൽ ഏതെങ്കിലും രീതിയിലുള്ള അവകാശങ്ങളായും തമ്മിൽ ഭൂവുടമസ്ഥയുമായി ബന്ധപ്പെട്ട് ഇൻ റിലേഷൻ ടു ദി ലാൻഡ് ദെയർ സോഷ്യൽ പൊസിഷൻ ഈസ് ഡിഫറെൻറ്റ്. ദളിതരും നാമമാത്ര കർഷകരും ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ, അല്ലെങ്കിൽ മധ്യ ഇടനില കർഷകരും അല്ലെങ്കിൽ ബിഗ് പെസന്റ് എന്ന് പറയുന്ന വലിയ കർഷകരും തമ്മിൽ സാമൂഹികമായി ഉൽപാദന ബന്ധത്തിൻ്റെ കാര്യത്തിൽ, ഉടമസ്ഥത കാര്യത്തിൽ അവർ വ്യത്യസ്ത രണ്ട് വിധാനങ്ങളിലാണ്. അവർ തമ്മിലുള്ള ഐക്യം എന്ന് പറയുന്നത് ഇത്തരം പ്രശ്നങ്ങളെ അഭിമുഖീകരിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് രാഷ്ട്രീയമായി സംവദിക്കാൻ കഴിയൂ എന്നുള്ളതാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്. ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ കാര്യം കിടക്കുന്നത്, ഈ ഞാൻ ആദ്യം സൂചിപ്പിച്ചു, ഭൂമിയുടെ മേലുള്ള അവകാശങ്ങളുടെ ഒരു ഗ്രേഡഡ് സിസ്റ്റമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ അഗ്രികൾച്ചർ എല്ലാ കാലത്തും, പ്രാചീന കാലം, മധ്യകാലം, ആധുനിക കാലഘട്ടം വരെ. അല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഒരു ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ പ്രോസസ്സിലേക്ക് മാറിയപ്പോൾ, അല്ലെങ്കിൽ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥ എന്ന് പറഞ്ഞ ഒരു വാണിജ്യ കൃഷിയിൽ അധിഷ്ഠിതമായ ഒരു ക്യാപിറ്റലിസ്റ്റ് വികസനത്തിൻ്റെ ഭാഗമായി ഇൻ്റഗ്രേറ്റ് ചെയ്തപ്പോഴും ഈ വ്യവസ്ഥയെ പൂർണ്ണമായും മാറിയില്ല എന്നുള്ളതാണ്. അതിൻ്റെ കാരണം ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഈ ഭൂവുടമസ്ഥയെ സംബന്ധിച്ചുള്ള നിയമങ്ങൾ, ഭൂമിയെ വിറ്റ് വില വാങ്ങാവുന്നതും കൈമാറ്റം ചെയ്യാവുന്നതുള്ള വെസ്റ്റേൺ രീതിയിലുള്ള ഒരു പ്രോപ്പർട്ടി റൈറ്റിൻ്റെ കീഴിലാക്കിയപ്പോൾ വാട്ട് ആക്ച്വലി ഹാപ്പൻ ഡ്യൂറിങ് ദ കൊളോണിയൽ ടൈം വാസ് ദ റൂൾ ഓഫ് പ്രോപ്പർട്ടി. അതിനെ രണജിത് ഗുഹയെ പോലുള്ള ആളുകൾ പറയുന്നത് റൂൾ ഓഫ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് ഒരു ടാക്സ് റെഷീമാണ് ബ്രിട്ടീഷുകാർ ഏർപ്പെടുത്തിയത്. ഒരു ടാക്സിൻ്റെയും റെൻറ്റിൻ്റെയും ആളുകളെ ഇന്ന് പിടിച്ചെടുത്തുകൊണ്ട് ബ്രിട്ടീഷ് മൂലധനത്തെ സമാഹരിച്ചുകൊണ്ട് അത് ഇന്ത്യക്ക് പുറത്തേക്ക് കടത്തിക്കൊണ്ടുപോയും ഇന്ത്യയിൽ ആവശ്യമായിട്ടുള്ള അവർക്ക് ബ്രിട്ടനിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും ഉള്ള ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റ് ഉണ്ടാക്കുവാൻ ആവശ്യമായിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു വ്യാവസായികമായിട്ടുള്ള എന്ന് വെച്ചാൽ വാണിജ്യ കൃഷി എന്ന് വിളിക്കാവുന്ന തരത്തിലുള്ള രീതിയിൽ കാർഷിക സമൂഹം പരിവർത്തിക്കപ്പെട്ടപ്പോൾ ഈ മാർജിനലായിട്ടുള്ള കർഷകർ, കൈവേലക്കാർ, കാർഷിക മേഖലയിൽ നിന്ന ആളുകളൊക്കെ പാപ്പരായിപ്പോയി, തകർന്ന് തരിപ്പണമായി. അതുകൊണ്ട് ഇന്ത്യൻ കൈവേലക്കാരും കർഷകരും ബ്രിട്ടീഷ് ചൂഷണത്തിനിരയായി നിരന്തരമായിട്ടുള്ള
പിന്നെ ഈ ക്ഷാമങ്ങൾ ഉണ്ടാകുന്നു ഈ പ്രോസസ്സിൻ്റെ ഉള്ളിലാണെന്നുള്ളത്. മറ്റൊന്ന്, ഇവിടെ ഓണർഷിപ്പ് ആരുടെ ആയിരുന്നു, ഭൂമിയുടെ മേൽ പരമ്പരാഗതമായ അവകാശങ്ങൾ ആർക്കായിരുന്നു എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ പരിഗണിച്ചത്. എന്ന് പറഞ്ഞാൽ പാരമ്പര്യമായി ജന്മാവകാശങ്ങളായി ഭൂമിയുടെ മേൽ ഉടമസ്ഥത നിലനിർത്തിയിരുന്ന സമൂഹങ്ങളെ ലീഗൽ ലാൻഡ് ലോഡ്സുകളാക്കി മാറ്റി ബ്രിട്ടീഷുകാർ. ലീഗൽ ലാൻഡ് ലോഡ്സ് എന്ന് പറഞ്ഞാൽ, ലീഗൽ ലാൻഡ് ലോഡിസം എന്ന് പറഞ്ഞാൽ നിയമപരമായി ഭൂമിയിലെ ലീഗലായി നിയമപരമായി ലാൻഡ് ലോഡ്സുകളാക്കി പരമ്പരാഗതമായിട്ടുള്ള ഭൂവുടമകളെ മാറ്റി എന്നുള്ളതാണ് ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട കാര്യം. ബ്രിട്ടീഷുകാർ ചെയ്ത ഒരു പ്രധാനപ്പെട്ട ലീഗൽ ലാൻഡ് ലോഡിസത്തെ സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ഇതാക്കി മാറ്റി. എന്ന് പറഞ്ഞാൽ അതുവരെ പരമ്പരാഗതമായി ജന്മിയാന്നൊക്കെ പറഞ്ഞാണ് ആളുകളെ ബ്രിട്ടീഷ് നിയമവ്യവസ്ഥയുടെ സംരക്ഷണത്തിൽ ലീഗൽ ലാൻഡ് ലോഡ്സുകളാക്കി മാറ്റി എന്നുള്ളതാണ് ബ്രിട്ടീഷ് പ്രോപ്പർട്ടി സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാനം. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും മാർജിനലായിട്ടുള്ള നാമമാത്ര കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ ഒന്നെങ്കിൽ പാപ്പരാവുകയോ അല്ലെങ്കിൽ കൃഷി എന്ന് പറയുന്ന സംഭവങ്ങൾ ഉപേക്ഷിക്കുകയോ അത് ലാഭമല്ലാതാവുകയോ നിലനിൽപ്പിന് തന്നെ ഗുണകരമല്ലാത്ത രീതിയിൽ കൂടുതൽ ആളുകൾ തൊഴിൽ സമൂഹത്തിൻ്റെ ഭാഗമായി മാറി. വലിയ രീതിയിൽ പാപ്പരാക്കപ്പെട്ട് തൊഴിൽ സമൂഹത്തിൻ്റെ ഭാഗമാകുകയും അയിത്തജാതിക്കാരെന്ന് പറയുന്ന ആളുകൾ കാർഷിക അടിമകളായി നിലനിൽക്കുകയും അതോടൊപ്പം തന്നെ മറ്റു സേവന മേഖലകളിൽ ക്ലീനിങ് ആയിട്ടുള്ള തോട്ടിപ്പണി ചെയ്യുന്ന ആളുകൾ, സേവന മേഖലയിൽ ചെയ്യുന്ന ആളുകൾ, മറ്റിതര മേഖലകളിൽ നിൽക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ വന്ന മാറ്റത്തിനനുസൃതമായി വികസിക്കുന്നില്ല. ഒരു ഭൗതികമായ വികസനം നടക്കുന്നില്ലാത്ത. എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇവർ ഒരു ശരിയായ ഒരു ഐഡിയലായിട്ടുള്ള ലേബറായി മാറുന്നില്ല. ഐഡിയലായ ലേബർ ആയിരുന്നെങ്കിൽ കുറെ ഗുണമുണ്ടായിരുന്നു, അത് മാറിയില്ല. പരമ്പരാഗതമായ ജാതി വ്യവസ്ഥയിൽ ഐത്തത്തിൻ്റെയും അടിയാളത്വത്തിൻ്റെയും അതിഭീകരമായ ജാതി മർദ്ദനങ്ങളുടെയും ഭാഗമായി നിലനിൽക്കുകയും ചെയ്തു. അങ്ങനെ നിലനിന്നപ്പോൾ അവർക്ക് ഒരു ലിബറൽ സ്റ്റേറ്റ് അതുപോലെ ലിബറൽ ജനാധിപത്യം നൽകുന്ന ഭരണഘടനാപരമായിട്ടുള്ള പിന്നെ അവകാശങ്ങളുടെ വേണ്ടി മാത്രമേ പിന്നെ സാധ്യതയുള്ളൂ. അതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായി ഇന്ത്യയിൽ ദളിതർ, ആദിവാസികൾ, അയിത്തജാതിക്കാർ പൗരാവകാശത്തിന് വേണ്ടിയാണ് സമരം നടത്തുന്നത്. കാരണം ജാതി വ്യവസ്ഥയുടെ എന്ന് പറഞ്ഞാൽ സ്ട്രക്ചറലായി ഒരു ഗുണപരമായ ട്രാൻസ്ഫോർമേഷൻ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ നടക്കാത്തതുകൊണ്ട് യഥാർത്ഥത്തിൽ പൗരസമൂഹത്തിന് വേണ്ടിയുള്ള പൗരാവകാശങ്ങൾക്ക് വേണ്ടിയുള്ള സമരങ്ങളായിട്ടാണ് ഇപ്പം മഹത് സമരം അംബേദ്കർ നടത്തുന്ന പൗരാവകാശത്തിനുള്ള തൊഴിൽ സമരത്തിന് വേണ്ടിയല്ല, പൗരാവകാശത്തിന് വേണ്ടിയുള്ള സമരമാണ്. അപ്പം പൗരാവകാശത്തിനുള്ള സമരങ്ങളുണ്ടായി വികസിക്കുകയും അത് ബ്രിട്ടീഷ് ലീഗൽ സിസ്റ്റത്തിൽ നിയമവാഴ്ചയുള്ള ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ്റൽ സിസ്റ്റത്തിലൂടെ ബ്രിട്ടീഷുകാർ നെഗോഷിയേറ്റ് ചെയ്യുന്നു. അതുവഴി ബ്രിട്ടീഷ് വിരുദ്ധ സമരത്തിൻ്റെ ഭാഗമാവുകയും ബ്രിട്ടീഷുകാർ പോയി കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആയതിനു ശേഷം ഇവർക്ക് കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടുള്ള പ്രൊവിഷനിലൂടെ പ്രാതിനിധ്യമായിട്ടുള്ള അധികാരത്തിൽ പങ്കാളിത്തം ഭരണഘടനാപരമായി ഉറപ്പാക്കുന്ന ഒരു വ്യവസ്ഥയിലൂടെ മാത്രമേ ഇവർക്ക് ആധുനിക പൗരനായി ഈക്വൽ സിറ്റിസൺഷിപ്പ് സാധ്യമാകുന്ന മുസ്ലിം മാറുന്ന രീതിയിൽ വികസിക്കുകയുള്ളൂ. അങ്ങനെ വന്ന രണ്ട് പ്രോബ്ലത്തെ അവിടെ അഭിമുഖീകരിക്കേണ്ടി വന്നു അംബേദ്കറെ സംബന്ധിച്ചോളം. ഞാൻ ഈ ദളിത് എന്ന് പറയുന്ന കാറ്റഗറിയെ അതിനെ സമകാലികവൽക്കരിക്കാൻ വേണ്ടിയാണ്. ഒന്ന്, ഇന്ത്യനിലെ ദളിതരെന്ന് വിളിക്കപ്പെടുന്ന അതേ സാമൂഹ്യ കർത്തൃത്വമുള്ള ജനവിഭാഗങ്ങൾ കാർഷിക അടിമകളായി ഇങ്ങനെ കിടക്കുകയാണ്. ലേബർ ഫോഴ്സാണ്, അവർക്ക് അവകാശങ്ങളില്ല. കാർഷിക അടിമകൾ. ഇവരുടെ വികാസം സാധ്യമാകണമെങ്കിൽ ഇന്ത്യൻ കാർഷിക വ്യവസ്ഥ പരിഷ്കരിക്കപ്പെടണം. ഒന്ന് അംബേദ്കറിൻ്റെ വാദം. അതുകൊണ്ടാണ് ഖോത്തി തുടങ്ങിയിട്ടുള്ള സമരരൂപങ്ങൾ അത് എൻഗേജ് ചെയ്യുന്നത്. ഈ പെസൻ്റ് അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഭൂവുടമസ്ഥതയ്ക്ക് വേണ്ടിയുള്ള സമരങ്ങൾ അദ്ദേഹം മഹാരാഷ്ട്രയിൽ പല സ്ഥലത്ത് നടത്തുന്നത് ഒന്നാമത്തേതാണ്. രണ്ട്, ഇന്ത്യൻ അഗ്രികൾച്ചറിൽ പിന്നെ പ്രൊഡക്ടിവിറ്റി കുറവാണെന്നാണ് അംബേദ്കർ പറയുന്നത്. അതായത് സ്മോൾ ഹോൾഡിങ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രന്ഥമുണ്ട്. അതിലാണ് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത്. സ്മോൾ ഹോൾഡിങ്സ് ഇന്ത്യയിലും യഥാർത്ഥ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ ഉൽപ്പാദനക്ഷമത ഇല്ല. കൃഷി വികസനം നടക്കണമെങ്കിൽ ഉൽപ്പാദനക്ഷമത ഉണ്ടാവും. ഉൽപ്പാദനക്ഷമത ഉണ്ടായെങ്കിൽ സ്മോൾ ഹോൾഡിങ്സ്, ചെറിയ രീതിയിലുള്ള ചെറിയ ഹോൾഡിങ്സ് ആയിട്ട് ഇപ്പോൾ 1 ഏക്കർ ഭൂമിയായി നിന്ന് ഉൽപ്പാദനക്ഷമത വർദ്ധിക്കില്ല. കാരണം ഇന്ത്യൻ അഗ്രികൾച്ചർ എക്കാലത്തും നിലനിന്നത് എപ്പോഴും കൺസ്യൂമറുമായി ബന്ധപ്പെട്ട കൺസ്യൂമറിൻ്റെ ബേസിലാണ്. അതായത് ഉപഭോക്താവിൻ്റെ തലത്തിൽ അവരുടെ താല്പര്യത്തിനനുസരിതമായിട്ടാണ് അത് നിലനിന്നതെന്നും അതൊരു ഇൻഡസ്ട്രിയലായിട്ടുള്ള രീതിയിലേക്ക് എന്ന് വെച്ചാൽ അത് മാർക്കറ്റ് ബേസ് ചെയ്തിട്ടുള്ളൊരു തലത്തിലേക്ക് മാറണമെന്നും പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കണമെന്നും പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കണമെങ്കിൽ ഭൂമി സ്മോൾ ഹോൾഡിങ്ങിന് പകരമായി
കളക്റ്റീവ് കോപ്പറേറ്റീവ് ഫാമിംഗ് വേണമെന്നായിരുന്നു അംബേദ്കറുടെ നിലപാട്. അങ്ങനെ വരുമ്പോൾ ഐഡിയലായി കിടക്കുന്ന, അതായത് വളരെ അടിച്ചമർത്തപ്പെട്ട് ഇടിയൽ ലേബർ എന്നാണ് അദ്ദേഹം ഉപയോഗിക്കുന്നത്, ജഡീലമായി കിടക്കുന്ന ഈ അധ്വാനിക്കുന്ന അൺടച്ചബിൾ ഉൾപ്പെടെയുള്ള കാർഷിക സമൂഹങ്ങളെ കോപ്പറേറ്റീവ് ഫാമിങ്ങിലേക്ക് കൊണ്ടുവരും, ഭൂമി ദേശസാൽക്കരിക്കുകയും ചെയ്യണമെന്നാണ് ഈ പ്രശ്നത്തിന് അംബേദ്കർ പരിഹരിക്കും. ഒന്ന്. രണ്ടാമത്തേത്, ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന് പറയുന്ന ഈ കാർഷിക സമൂഹങ്ങൾ നിലനിൽക്കുന്ന തട്ടുതട്ടായിട്ടുള്ള വിധാനങ്ങൾ നിലനിൽക്കുന്ന കാർഷിക സമൂഹത്തിൻ്റെ ഉള്ളിൽ ആ ഗ്രാമവ്യവസ്ഥ എന്ന് പറയുന്നത് ഒരു ഗ്രേഡഡ് ഇനീക്വാളിറ്റിയാണ്. ആ ഗ്രാമവ്യവസ്ഥ നിൽക്കുന്ന ഈ ഇന്ത്യൻ മണ്ഡലം എന്ന് പറയുന്നത്, ഇന്ത്യൻ സാമൂഹ്യ വ്യവസ്ഥ എന്ന് പറയുന്നത് ഗ്രേഡഡ് ഇനീക്വാളിറ്റിയാണ്. ആ ഗ്രേഡഡ് ഇനീക്വാളിറ്റിയുടെ ഏറ്റവും സൂക്ഷ്മമായ, ഏറ്റവും ബേസിക്കായ യൂണിറ്റാണ് ഇന്ത്യൻ ഗ്രാമങ്ങൾ എന്ന് പറയുന്നത്. അത് പരോക്കിയലാണ്. ഇന്ത്യൻ ഗ്രാമങ്ങൾ പരോക്കിലാണ്. അത് ബ്രിട്ടീഷുകാർ മുതൽ മാർക്സ്, ഓറിയന്റലിസ്റ്റുകൾ, ഗാന്ധി, ദേശീയവാദികൾ തുടങ്ങിയ ആളുകൾ വലിയ ഡിബേറ്റ് നടക്കുന്ന ഇന്ത്യൻ ഗ്രാമത്തിൻ്റെ സ്വഭാവത്തെ സംബന്ധിച്ച്. ഗാന്ധി പറയുന്നത് എന്താ, ഇതൊരു ആദർശാത്മകമായിട്ടുള്ള ഒരു ഗ്രാമമാണ്, ഈ ഗ്രാമത്തെ ഒരു മാറ്റവും വരുത്താതെ നമ്മൾ സ്വരാജിലേക്ക് തിരിച്ചു പോകണമെന്ന് പറഞ്ഞു അല്ലേ. മാർക്സ് എന്ന് പറഞ്ഞു, ഈ ഗ്രാമങ്ങൾ സ്വയം സമ്പൂർണ്ണമാണ്, അതിൽ നിന്നും പൂർണ്ണമായ രീതിയിൽ ആ ഗ്രാമത്തിൻ്റെ ഉള്ളിൽ മിച്ചോൽപാദനം നടക്കുന്നില്ല. മിച്ചോൽപാദനം നടക്കുകയും അത് പുറത്തേക്ക് മറ്റ് ഗ്രാമങ്ങളിലേക്ക് പുറത്തേക്ക് വരികയും ചെയ്യുമ്പോൾ മിച്ചോൽപാദനം ഉണ്ടാകുമ്പോഴാണ് ഈ ഗ്രാമവ്യവസ്ഥ തുറക്കുന്ന രീതിയിലേക്ക് വരികയും അത് മാറ്റം വരുത്തുകയും ചെയ്യുന്നത് എന്നുള്ള രീതിയിലായിരുന്നു മാർക്സിൻ്റെ നിലപാട്. ദെയർ ഈസ് എ ഡിബേറ്റ് അബൌട്ട് ദാറ്റ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അംബേദ്കർ പറഞ്ഞെന്താ, ഈ ഗ്രാമവ്യവസ്ഥയിൽ അധിഷ്ഠിതമായി നിൽക്കുന്ന ജാതിപത്യ സാമൂഹികമായിട്ടുള്ള മേൽക്കീഴ് ബന്ധങ്ങൾ തകരണമെങ്കിൽ ഈ സർപ്ലസ് ലേബറായി കിടക്കുക, ആവശ്യമില്ലാത്ത രീതിയിൽ തൊഴിൽ സമൂഹങ്ങൾ ഇവിടെ കെട്ടിക്കിടക്കുകയാണ്, ഭൂമിയുടെ ഉൽപ്പാദനക്ഷമതയില്ല, കാർഷിക വികസനം നടക്കുന്നില്ല. അപ്പോൾ സർപ്ലസായി നിൽക്കുന്ന ഗ്രാമമേഖലയിലെ തൊഴിൽ സമൂഹങ്ങളെ എന്ന് പറഞ്ഞാൽ അയിത്തജാതിക്കാർ ഉൾപ്പെടെയുള്ള തൊഴിൽ സമൂഹങ്ങളെ മാസീവ് ഇൻഡസ്ട്രിയലൈസേഷൻ സ്റ്റേറ്റിൻ്റെ മേൽക്കൈയിൽ നിന്ന് നടത്താം. വലിയ രീതിയിലുള്ള വ്യവസായവൽക്കരണം നടത്തി ഇത് ഈ കാർഷിക മേഖലയിലുള്ള തൊഴിൽ സമൂഹങ്ങളെ വ്യാവസായിക മേഖലയിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം, ചാനലൈസ് ചെയ്യുമ്പോൾ ജാതിയുടെയും ഈ ഹെയറാർക്കിയുടെയും ഈ പിന്നോക്കാവസ്ഥയുടെയും പ്രശ്നത്തിന് പരിഹാരമാകും. ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് അദ്ദേഹം പറയാൻ കാരണം എനിക്ക് തോന്നുന്നത്, അക്കോർഡിംഗ് ടു മൈ അണ്ടർസ്റ്റാൻഡിങ്, ഇവരൊക്കെ വിഭാവനം ചെയ്യുന്ന ഒരു നേഷൻ സ്റ്റേറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അടിസ്ഥാനപരമായി. ദേ വാണ്ടഡ് ടു ക്രിയേറ്റ് എ നേഷൻ സ്റ്റേറ്റ്. ഒരു ദേശരാഷ്ട്രം ഉണ്ടായി വരുമ്പോൾ, ഒരു ലിബറൽ ജനാധിപത്യത്തിന് ദേശരാഷ്ട്രം ഉണ്ടായി വരുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഭൂവുടമസ്ഥതയുടെയും ഉൽപ്പാദനത്തിൻ്റെയും സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ച് എങ്ങനെ ഒരു ജനാധിപത്യ പ്രോസസ്സിലൂടെ മാറണം എന്നുള്ളതാണ് ഇവരുടെ ഐഡിയ. ചിലപ്പോൾ നമുക്കിന്നത് വളരെ ഐഡിയലായിട്ട് തോന്നിയേക്കാം, വൈൽഡായി തോന്നിയിരിക്കാം, പക്ഷെ അവരെ സംബന്ധിച്ചോളം ഒരു പരിഹാരമാണ് നിർദ്ദേശിക്കുന്നത്, മനസ്സിലാവും. അപ്പോൾ ഇന്ത്യൻ അഗ്രികൾച്ചറെ കുറിച്ചുള്ള അംബേദ്കറിൻ്റെ ധാരണയാണ് ഞാൻ പറഞ്ഞത്. ഇനി ഞാൻ ഈ രണ്ടാമത്തെ സെഗ്മെൻ്റായിട്ടുള്ള കർഷക സമൂഹങ്ങളെക്കുറിച്ചുള്ള സംഭവത്തെ പറയാം. ഇന്ത്യൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ദർ ഇസ് എ ഹെറാർക്കി ആൻഡ് ഹെട്രോജീനിയസ് ഓർ ഡിഫറൻഷിയേറ്റഡ് പെസൻസ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ കാർഷിക സമൂഹങ്ങൾ വൈവിധ്യങ്ങളുള്ളതും വൈവിധ്യം ഭൂമിയുടെ നിയന്ത്രണത്തിൻ്റെയും ഓണർഷിപ്പിൻ്റെയും ഭൂമിയുമായിട്ടുള്ള ബന്ധങ്ങളിലാണ് ഇത് കിടക്കുന്നത്. ഈ കർഷകരുടെ സ്വഭാവം കിടക്കും. ഭൂമി എത്രത്തോളം ഒരു കർഷകൻ നിയന്ത്രിക്കാൻ കഴിയുന്നു, അയാളുടെ നിയന്ത്രണത്തിലാണോ, ആരൊക്കെയാണ് എന്നില്ല. 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതുമായി ബന്ധം. ഒന്ന്, there is in the Indian agriculture over a long period of time in the subcontinent India would actually happen. That is, there is an instituted hierarchy. ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഹെയറാർക്കി ഇന്ത്യൻ അഗ്രികൾച്ചറിൽ ഉണ്ടായിരുന്നുണ്ട് ചരിത്രപരമായി പരിശോധിക്കും. എന്ന് പറഞ്ഞാൽ ഒരു കാർഷിക സമൂഹമായി വികസിച്ച് വരുമ്പോൾ അതിലുണ്ടാകുന്ന മിച്ചത്തെ തട്ടിയെടുക്കുന്നതിന് വേണ്ടി പ്രാദേശികവും വളരെ കേന്ദ്രീകൃതവുമായിട്ടുള്ള ഭരണകൂടങ്ങൾ വിവിധ കാലഘട്ടത്തിൽ ഉണ്ടായി വരുമ്പോൾ ആ ഭരണകൂട വ്യവസ്ഥയിലേക്ക് ഈ കാർഷിക സമൂഹങ്ങളെ ഉത്ഗ്രഥിക്കുകയും അതിൻ്റെ കീഴിലേക്ക് സബ്ജക്റ്റ് പെസൻ്റ് എന്ന് പറയും, സ്വതന്ത്ര കർഷകരല്ലാത്ത സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട സബ്ജുഗേറ്റഡ് ആയിട്ടുള്ള സബ്ജക്റ്റ് പെസൻ്റായി മാറി. ആ പ്രോസസ്സിനെ ഇന്ത്യയിൽ ഫ്യൂഡലിസമായിട്ടാണ് ഇന്ത്യയിലെ മാർക്സിസ്റ്റ് വിജ്ഞാനം പൊതുവെ വിശദീകരിക്കുന്നത്. ആ കൊസാംബി പ്രോസസ്സിനെ അടിയിൽ നിന്നും മുകളിൽ നിന്നുള്ള ഫ്യൂഡലിസം എന്ന് പറയും. കാരണം സ്റ്റേറ്റാണ് പ്രധാനം. സ്റ്റേറ്റിൻ്റെ സ്വഭാവം അനുസരിച്ചാണ്, സെൻട്രലൈസ്ഡ് സ്റ്റേറ്റാണോ ചെറിയ സ്റ്റേറ്റാണോ ഇതാണ്. അപ്പോൾ മിച്ചമൂല്യത്തിൻ്റെ സ്വഭാവത്തിൻ്റെ അടിസ്ഥാനം, മിച്ചമൂല്യം അല്ലെങ്കിൽ മിച്ച മൂലധനം ഉണ്ടായി വരുന്ന സർപ്ലസിൻ്റെ ആ പ്രോസസ്സിലാണ്, അതിനെ തട്ടിയെടുക്കുന്ന രൂപത്തിലാണ് കോസാംബി വിശദീകരിക്കുന്നത്. മുകളിൽ നിന്ന് ഫ്യൂഡലിസം, അടിയിൽ നിന്നുള്ള ഫ്യൂഡലിസം. സ്റ്റേറ്റ് സൊസൈറ്റി ഉണ്ടായി വരുമ്പോൾ എങ്ങനെയാണ്, അതിൽ ഇടനിലക്കാരുണ്ടായി വരുമ്പോൾ അത് അടിയിൽ നിന്നുള്ള ഫ്യൂഡലിസം എന്ന് പറയും. ഒട്ടനവധി ജന്മിമാർ, സെമീന്ദാർമാർ എന്ന് പറഞ്ഞ ഇടനിലക്കാർ. ഈ ഇടനിലക്കാർ സ്റ്റേറ്റിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടറായിട്ടുള്ള, അതായത് ഈ മിച്ചങ്ങൾ അല്ലെങ്കിൽ മിച്ചം എന്ന് പറയുന്നത് തട്ടിയെടുക്കുന്ന
പിന്നെ പാട്ടമായും കരമായും പിരിച്ചെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ സ്റ്റേറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരായി മാറും. സൈനിക സേവനം ചെയ്യുന്ന സൈനിക സ്വഭാവമുള്ള സാമൂഹ്യ വിഭാഗങ്ങളായി ഇവർ മാറും. ഈ പ്രോസസ്സിനാണ്. അപ്പോൾ അപ്പോൾ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഹെയറാർക്കിയാണ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ കാർഷിക സമൂഹത്തിൻ്റെ ഭാഗമായി സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടെന്ന് വെച്ചാൽ രണ്ടാമത്തെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അത് ഒരു എൻടൈറ്റിൽഡ് ഹെയറാർക്കീസ് എന്ന് പറയും. എൻടൈറ്റിൽഡ് ഹെയറാർക്കീസ് എൻടൈറ്റിൽമെൻ്റ് ആണ്. ഓരോ ഭരണകൂടങ്ങൾ പ്രാദേശിക കേരളത്തിൽ തന്നെ ഓരോ നാട്ടുടയവരും ചേരാപെരുമാറും പോസ്റ്റ് ചേരാ കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഈ പിന്നെ നമ്മുടെ ചില രാജ്യമെന്നും അല്ലെങ്കിൽ കോവിലകങ്ങൾ നാടുവാഴി കോവിലകങ്ങളായിട്ടുള്ള സിസ്റ്റത്തിൽ ഉണ്ടായി വരുമ്പോൾ ഈ ഭൂമിയുടെ മേൽ നിയന്ത്രണം സ്ഥാപിക്കുന്ന ടാക്സ് കരം പിരിക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ മുകളിൽ നിന്ന് സ്ഥാനപ്പെടുത്തും. മേനോക്കി കുറുപ്പ് എന്നൊക്കെ പറയുന്ന ആളുകളാണ്. അത് എൻടൈറ്റിൽമെൻ്റ് ആണ്. ഇത് ഇന്ത്യയിലെമ്പാടും നടക്കുന്ന പ്രോസസ്സാണ്. എൻടൈറ്റിൽ ചെയ്യാണ്, സ്ഥാനപ്പെടുത്തുകയാണ്. അപ്പോൾ സ്ഥാനമാനങ്ങളുടെ ജാതികൾ ഉണ്ടായി വരും. മനസ്സിലായി? അത് സ്ഥാനം മാത്രം ജാതിയായി മാറും. ഞാൻ പറഞ്ഞ കുൽക്കർണി, ചാറ്റാർജി, പല പല പേരുകൾ, മുഖിയ എന്നൊക്കെ പറയുന്ന പല പേരുകൾ. ഈ കേരളത്തിലാണ് മേനോൻ, മേനോക്കി, പടനായർ എന്നൊക്കെ. അങ്ങനെ വരുമ്പോൾ ഇവർ ഈ കർഷക സമൂഹത്തിൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ, അത് ഭീകരമായ മർദ്ദന മുറകൾ അടിച്ചേൽപ്പിച്ച് കാർഷിക വ്യവസ്ഥയെ സ്റ്റേറ്റിൻ്റെ രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സംഭവമായി മാറുകയും ജാതി ഹെയറാർക്കിയുടെ അതിഭീകരമായ രൂപങ്ങൾ വികസിച്ചു വരികയും ചെയ്യും. ജാതി ഹെയറാർക്കി അതിഭീകരമായ രൂപങ്ങൾ വികസിച്ചു. അപ്പോൾ എൻടൈറ്റിൽഡ് ഹെയറാർക്കി ഉണ്ടായി വരുന്നു. മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഹെയറാർക്കി. ഇവിടെ എൻടൈറ്റിൽഡ് ഹെയറാർക്കി, ടൈറ്റിൽ ചെയ്യുക, സ്ഥാനമാനങ്ങൾ ഉണ്ടായി. പിന്നെ അവരൊക്കെ ജാതിയാണ്. മേനോ എന്ന് പറഞ്ഞാൽ ഞാൻ മേനോൻ്റെ പണി അതായിരുന്നില്ല. മേനോക്കി, മേൽ നോക്കി നടത്തുന്ന കക്ഷിയാണ്. പിന്നെ മേനോക്കി എന്ന ജാതിയായി മാറി ഇല്ലേ. പടനായർ എന്ന് പറയുന്ന അയാൾ വാലും പിടിച്ചൊക്കെ പടം ആളുകൾ കർഷക സമൂഹങ്ങൾ അടിച്ചമർത്തി പണിയെടുപ്പിച്ച് ടാക്സ് പിരിച്ചു നടന്ന കക്ഷികൾ പിന്നീട് ജാതിയായി മാറി. അപ്പോൾ ജാതികൾ ഉണ്ടായി വരുന്ന ഒരു എൻടൈറ്റിൽമെൻറ്റ് ഹെറാർക്കിക്ക് പ്രോസസ്സുണ്ട്. അത് ഭൂബന്ധങ്ങളുടെയും ഭൂമിയുടെ ഓണർഷിപ്പിൻ്റെയും രാഷ്ട്രീയാധികാരത്തിൻ്റെ മധ്യവർത്ത സ്വഭാവത്തോടു കൂടിയാണ് ഇന്ത്യയിൽ. മറ്റൊന്ന്, ഈ ജാതി വിധാനങ്ങളുടെ ക്രമമായി ഭൂമി ഓണർഷിപ്പിൻ്റെ ക്രമമായി സാമൂഹ്യ സാംസ്കാരിക സിംബോളിക്കായിട്ടുള്ള കൾച്ചറൽ റിച്വൽ തുടങ്ങിയ രീതിയിലുള്ള മൂലധന രൂപങ്ങളുടെ അസമമായിട്ടുള്ള വിതരണക്രമത്തിൽ മനസ്സിലായി അസമമായ വിതരണക്രമത്തിൻ്റെ ഭാഗമായി ഒരു അംബേദ്കർ പറഞ്ഞ ഗ്രേഡഡ് ഇനേക്വാളിറ്റി എന്നൊരു സിസ്റ്റം ഉണ്ടാകും. ഗ്രേഡഡ് ഇനേക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സമൂഹങ്ങൾ ഗ്രേഡഡാണ്. അത് തരംതിരിച്ച അസമത്വ വിഭാഗങ്ങൾ, കർഷകർ ഉൾപ്പെടെ. ആ ഗ്രേഡഡ് ഇനേക്വാളിറ്റിയിൽ കർഷകരും ഭാഗമാണ്. ഈ കർഷകൻ്റെ ഏറ്റവും അടിയിലാണ്, അടിത്തട്ടിലാണ് അയിത്ത ജാതിക്കാരായിട്ടുള്ള ഇന്ന് ഇത് എടുക്കുന്ന ആളുകൾ. അപ്പോൾ അവരുടെ ക്ലാസ് പൊസിഷൻ എന്താണ്? അപ്പോൾ അയിത്ത ജാതിക്കാരൻ എന്ന് പറയുന്നത് വെറും അയിത്ത ജാതിക്കാരനല്ല. അവർ അധ്വാനിക്കുന്ന സമൂഹങ്ങളാണ്. അവർ ലേബർ പ്രോസസ്സിൽ എൻഗേജ് ചെയ്തതാണ്. ആ അധ്വാന പ്രക്രിയയുടെ ഭാഗമായി നോക്കൂ, നമ്മുടെ ഇന്ത്യ ചരിത്രത്തിൽ നിങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ ഇന്ത്യയിൽ അതിപ്രാചീന കാലം മുതൽ വിവിധ രീതിയിലുള്ള ജലസേചന സൗകര്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഈ കനാലുകൾ വെട്ടിയത്, കുളങ്ങൾ, ഏരികൾ. ഇപ്പം സൗത്ത് ഇന്ത്യയിലാണെങ്കിൽ ഒട്ടനവധി പല പേരുകൾ, ഏരി, കുളം, പിന്നെ തടാകം, അതുപോലെ അണൈക്കെട്ട് എന്നൊക്കെ പറഞ്ഞ മധ്യകാല രീതിയിലുള്ള സ്റ്റേറ്റുകൾ ഉണ്ടാക്കുന്ന വ്യവസ്ഥയാണ്. അതായത് ഭരണകൂടങ്ങളുടെ നേതൃത്വത്തിലും ഗ്രാമസമൂഹങ്ങളുടെ നേതൃത്വത്തിലും ഉണ്ടായി വരുന്ന ജലസേചന സൗകര്യങ്ങൾ, അതുപോലെ റോഡുകൾ, ടാങ്കുകൾ, കനാലുകൾ, പിന്നെ ഈ വലിയ നിർമ്മിതികൾ, കോട്ടക്കൊത്തളം, ഇതൊക്കെ ഉണ്ടാക്കിയ മനുഷ്യരാരാ? അതിന് അധ്വാനം ചെലുത്തിയതാരാ? സോ വെരി ഫോഴ്സ്ഡ് ലേബർ, വളരെ ഫോഴ്സ്ഡായിട്ടുള്ള ലേബർ ആവുകയും ആ ലേബർ പൂർണ്ണമായും ഒരു അൺടച്ചബിൾ പ്രോസസ്സിൻ്റെ ഉള്ളിൽ, ലേബർ പ്രോസസ്സിൻ്റെ ഉള്ളിൽ പല പല ജാതികളായി എന്ന് പറഞ്ഞാൽ കീഴാള ജാതികളായി, ഇത്ത ജാതിക്കാരായി ഇന്ത്യൻ സമൂഹത്തിൽ വിന്യസിക്കപ്പെടുന്നു. ഇനി നഗരങ്ങൾ ഉണ്ടായി വരുമ്പോൾ പട്ടണങ്ങൾ ഉണ്ടാകും, പടകുടീരങ്ങൾ ഉണ്ടാകും. ഇന്ത്യയിലെ പട്ടണങ്ങളുടെ സ്വഭാവം ഒന്നുകിൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പട്ടണങ്ങളാണ്, ഒന്ന്. രണ്ട്, പടകുടീരങ്ങളുടെയും ഈ പട്ടാള ക്യാമ്പുകളായി ഇന്ത്യയിൽ പട്ടണങ്ങളായി വികസിച്ച് വന്നു ഓരോ സ്റ്റേറ്റ് സമൂഹങ്ങളും. അല്ലെങ്കിൽ പിന്നെ കോസ്റ്റൽ ട്രേഡ് നടക്കുന്ന പട്ടണങ്ങളും ഇതാണ്. അപ്പോൾ അങ്ങനെയുള്ള പട്ടണങ്ങളിൽ പുറത്ത് പണിയെടുക്കുന്ന കൈവേലക്കാരും നിർമ്മാണ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന മനുഷ്യരൊക്കെ ഈ മുഖ്യമായിട്ടുള്ള ഈ പിന്നെ പട്ടണങ്ങളുടെ ഓരത്ത്, നമ്മളിന്ന് പറയില്ലേ സബർബൻ പീപ്പിൾ എന്ന് പറയാറില്ലേ, സബർബൻ പീപ്പിൾ എന്ന് പറയും. ഏത് അയിത്തക്കാരായിട്ടും ഈ പിന്നെ സേവനത്തൊഴിൽ ഏർപ്പെടുന്ന ആളുകളായിട്ട് അയിത്തക്കാരായിട്ട് സബർബൻ പീപ്പിളായിട്ട് അടിഞ്ഞുകൂടി കിടക്കുക. ഈ അടിഞ്ഞുകൂടൽ പ്രക്രിയ ജാതിയുടെ ബന്ധത്തിനുള്ളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്, ഉൽപ്പാദന പ്രക്രിയയുടെ ഉള്ളിലാണ് സൃഷ്ടിക്കപ്പെടുന്നത്. അതാണ് അതേ വ്യവസ്ഥ തന്നെയാണ് മുതലാളിത്തം കൂടെ വികസിപ്പിച്ചത്. മനസ്സിലായി? മാറ്റിയിട്ടൊന്നുമില്ല. മനസ്സിലായി? ഇതിനെ വലിയ രീതിയിലുള്ള മാറ്റം വരുത്തിയിട്ടൊന്നുമില്ല. മുതലാളിത്ത വികസനം ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് നടന്നപ്പോഴും ഞാൻ ആദ്യം പറഞ്ഞ ഈ സ്പേഷ്യലായിട്ടുള്ള ഹെയറാർക്കി, സ്പേഷ്യൽ നള്ളിഫിക്കേഷൻ എന്ന് പറയും.
സ്ഥലപരമായി ഇടപരമായി മനുഷ്യരെയൊക്കെ അധ്വാനിക്കുന്ന മനുഷ്യരെയൊക്കെ തള്ളി പുറത്താക്കി നഗരങ്ങളുടെ ഓരങ്ങളിലും ഗ്രാമങ്ങളുടെ പുറത്തും തള്ളി പുറത്താക്കി അടിഞ്ഞുകൂടി നിലനിർത്തി അടിച്ചമർത്തി ഇടിച്ച് തകർത്തിട്ടാണ് ഇവിടെ മുതലാളിത്ത വികസനം ഉണ്ടായെന്ന് പറയുന്നത്. മനസ്സിലായി? ഈ പ്രോസസ്സ് ജാതിയും പെസൻറ്റും അധ്വാനവും തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വേണ്ടത്തിൽ ഗൗരവമായി ഇനി ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. ഗൗരവമായി ചർച്ച ചെയ്യപ്പെട്ടില്ല. ഇത് വളരെ സീരിയസ് ആയി. ഇപ്പോൾ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ്. മൂന്നാമത്തെ കാര്യം, ഞാൻ ഈ യൂണിറ്റി കർഷക സമൂഹവും ഈ ദളിത് കർഷക മാർക്സിസ്റ്റ് ഐക്യം എന്ന് ഞാൻ നിർബന്ധിതനായി പറയാൻ നിർബന്ധിക്കപ്പെട്ട കാര്യം പറയാൻ ശ്രമിക്കാം. See, from the point of this, all these discussions, I would like to say that അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം സൂചിപ്പിച്ചപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം കഴിഞ്ഞ 70 വർഷം കാലമായി നടപ്പാക്കിയ കാർഷിക വികസനത്തിൻ്റെ സ്വഭാവം എന്തായിരുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഒന്നാമത്തെ പ്രശ്നം, ഇവിടെ വേണ്ടത്ര രീതിയിലുള്ള ഒരു രീതിയിലും ഭൂപരിഷ്കരണം നടപ്പാക്കപ്പെടാത്ത ഒരു കാർഷിക വികസനമാണ് നടന്നത്. എന്ന് പറഞ്ഞാൽ പരമ്പരാഗതമായി ഭൂമിയിൽ ആധിപത്യം നേടിയ ഭൂവുടമകളായിട്ടുള്ള സാമൂഹ്യ വർഗങ്ങളെ ഒരു ഒരു ക്യാപിറ്റലിസ്റ്റ് അഗ്രികൾച്ചർ ജെൻട്രിയാക്കി, കുലാക്കുകളാക്കി അവരുടെ ഭൂവുടമ അവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ടുള്ള വികസനമാണ് നടത്തുന്നത്. ഇനി ഭൂപരിഷ്കരണം നടന്ന കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളുടെ അവസ്ഥ എന്താണ്? ഇവിടെ ഈ പറയുന്ന അധ്വാന പ്രക്രിയ ഏർപ്പെട്ടിരുന്ന ഈ അയിത്തജാതി സമൂഹങ്ങൾ എന്നുള്ള സമൂഹങ്ങൾക്ക് ഭൂമി കിട്ടുന്ന രീതിയിലല്ല ഭൂപരിഷ്കരണം നടപ്പാക്കിയത്. അവർ കിടന്ന സ്ഥലത്ത്, കുടി കിടന്ന സ്ഥലത്ത് നിന്ന് ആരും പായിപ്പിച്ച് വിടാതിരിക്കാൻ വേണ്ടി അതിന് റൈറ്റ് കൊടുത്തു, പ്രൊട്ടക്റ്റ് ചെയ്തു. മനസ്സിലായോ? പറയരും പുലയരും ഉള്ളാടനമൊക്കെ കിടന്ന കുടിയിൽ 4 സെൻറ്റ് ഇതാക്കി മാറ്റി. നിങ്ങൾ ഉടമസ്ഥാവകാശം കൊടുത്തു. ഇനി നിങ്ങളാരും ജന്മിയൊന്നും പായിപ്പിച്ച് വിടത്തില്ല, നിങ്ങളവിടെ സുഖമായി കിടന്നോ എന്ന രീതിയിലുള്ള മാർക്സിസ്റ്റ് ഭൂപരിഷ്കരണ രീതി മാത്രമേ നടന്നിട്ടുള്ളൂ. ഒന്നാമത്തെ പ്രക്രിയ. അത് ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ നടന്ന സംസ്ഥാനങ്ങളിൽ പലയിടത്തും അങ്ങനെയാണ് അതിൻ്റെ പൊതുസ്ഥിതി എന്നുള്ളത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ മറ്റ് വിപുലമായ വാണിജ്യ കൃഷി നടക്കുകയും ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ഇൻഡസ്ട്രിയൽ പ്രദേശങ്ങളും നഗരങ്ങളും ഉണ്ടായി വരുമ്പോൾ ആ നഗര ജനതയ്ക്കും മറ്റ് കാർഷിക മേഖല അല്ലാതെ നിൽക്കുന്ന മനുഷ്യർക്കും ആവശ്യമായിട്ടുള്ള കാർഷിക വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യരായിട്ട് ഇന്ത്യൻ കർഷകർ നിലനിന്നിരുന്നു. മനസ്സിലായി? പിന്നെ ഇൻഡസ്ട്രിയലായിട്ടുള്ള വ്യാവസായികമായ ഉൽപ്പാദനത്തിന് വേണ്ടിയുള്ള അസംസ്കൃത പദാർത്ഥങ്ങൾ, അസംസ്കൃതമായിട്ടുള്ള സംഭവം, പരുത്തി, ചണം എന്നൊക്കെ പറയുന്ന ഒരുപാട് രീതിയിൽ ഉള്ള രീതിയിൽ അസംസ്കൃത കർഷകരായിട്ടാണ് വരുന്നത്. അപ്പം ഇവർക്ക് കാർഷിക വികസനം, ഇന്ത്യയിൽ നടപ്പാക്കിയ കാർഷിക വികസനത്തിലൊന്നും കാർഷിക മേഖലയിലുള്ള നാമമാത്ര കർഷകരും ചെറുകിട കർഷകരുമായ ആളുകളുടെ ഭൂവുടമാവകാശമോ അല്ലെങ്കിൽ അവർക്ക് 3 രീതിയിൽ, 1 ലേബർ മാർക്കറ്റ്, 2 ക്രെഡിറ്റ് മാർക്കറ്റ്, മറ്റ് പ്രൊഡ്യൂസ് മാർക്കറ്റ്, അതുപോലെ തന്നെ സ്റ്റേറ്റിൻ്റെ രീതിയിലുള്ള മറ്റു രീതിയിലുള്ള സംരക്ഷണം കിട്ടിയിട്ടില്ല. എന്ന് പറഞ്ഞാൽ മാർക്കറ്റിന് വേണ്ടിയാണ് അവർ കൃഷി ചെയ്യേണ്ടത്. മാർക്കറ്റിൻ്റെ ഫ്ലക്ച്വേഷൻ അനുസരിച്ച് ഇവരുടെ ജീവിതാവസ്ഥ മാറിയിട്ടുണ്ട്. ഇനി 80കൾക്ക് ശേഷം നടപ്പാക്കപ്പെട്ട ഗ്ലോബലൈസേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായി ഈ മൾട്ടിനാഷണൽ കമ്പനികൾ ഇന്ത്യൻ അഗ്രികൾച്ചറിൽ നേരിട്ട് രീതിയിൽ വലിയ രീതിയിലുള്ള കോർപ്പറേറ്റ് ഫാമിംഗ് ഉൾപ്പെടെയുള്ള രീതിയിലുള്ള വികസനങ്ങൾ നടപ്പാക്കി. അതിനോടൊപ്പം തന്നെയാണ് യഥാർത്ഥത്തിൽ, അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് മുന്നെയാണ് നമ്മൾ ഈ ഹരിത വിപ്ലവം എന്നൊക്കെ പറയുന്ന സംഭവം നടന്നത്. ഹരിത മോസീവായ രീതിയിലുള്ള വ്യാവസായിക വൽക്കരണം എന്ന് വെച്ചാൽ മെക്കനൈസേഷൻ ഓഫ് ദ അഗ്രികൾച്ചർ ഫീൽഡ്, പുതിയ വിത്തിനങ്ങൾ, രാസവളം, ട്രാക്ടർ പോലെയുള്ള മറ്റ് രീതിയിൽ നടപ്പാക്കിയതിൻ്റെ ഭാഗമായി ഈ മാർജിനൽ പെസൻറ്റ്, നാമമാത്ര കർഷകർ ഉൾപ്പെടെയുള്ള ആളുകൾ പുറന്തള്ളപ്പെട്ടു പോയി. ആ പ്രക്രിയയിൽ ഭൂമി ഇല്ലാത്തവരായി മാറി. ഭൂമിയെ നഷ്ടപ്പെട്ട ആളുകളൊക്കെ എന്ത് ചെയ്യും? ഈ പറയുന്ന തൊഴിൽ സമൂഹത്തിൻ്റെ കാർഷിക അഗ്രികൾച്ചർ ലേബറിൻ്റെ ഭാഗമായി തീർന്നു. ധനിക കർഷകരൊക്കെ വലിയ രീതിയിലുള്ള സമ്പന്നരായ കർഷകരായി മാറി. ആ കർഷകരെല്ലാവരും തന്നെ മിക്കതും തന്നെ ഈ ജാട്ടുകൾ, കുലാക്കൈസേഷൻ, വലിയ കുലാക്കുകളായി മാറി. എന്ന് പറഞ്ഞാൽ പിന്നോക്ക വിഭാഗങ്ങൾ ഇന്നറിയപ്പെടുന്നു ഈ യാദവ രാഷ്ട്രീയത്തിൻ്റെ അടിത്തറ കിടക്കുന്നത് ഈ പ്രോസസ്സിലാണ്. അവരാണ് യഥാർത്ഥത്തിൽ ഈ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും നെഹ്റൂവിയൻ സ്റ്റേറ്റ് അനുസരിച്ച് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു ബനിയ ബ്രാഹ്മണ ത്രൈവർണിക നേതൃത്വമാണ്. അതിനെതിരെ ഇവരാണ് അത് ആഞ്ഞടിച്ചത്. ജനതാ പാർട്ടിയായിട്ടും ജനതാദളായിട്ടും യാദവന്മാരായിട്ടും ഇപ്പോഴും നിലനിൽക്കും. പക്ഷേ അങ്ങനെ ആയിരിക്കുമ്പോൾ തന്നെ അവർ ധനിക കർഷകരാണ്, ഇടത്തരം കർഷകരാണ്. ഈ കാർഷിക മേഖലയിൽ ധനിക കർഷക പ്രോസസ്സിൻ്റെ ഭാഗം, അതായത് നമ്മൾ ഗ്രീൻ റവല്യൂഷൻ്റെ ഭാഗം ഉയർന്നു വന്ന ധനിക കർഷകരാണ്. പക്ഷേ
പക്ഷേ അവർക്ക് സ്റ്റേറ്റിൻ്റെ ഈ ജനാധിപത്യ സ്റ്റേറ്റ് എന്ന് പറയുന്ന സംഭവത്തിൽ യാതൊരു പങ്കാളിത്തമില്ല. അവർ നോക്കിയപ്പോൾ OBC-കൾക്ക് യാതൊരുവിധ പങ്കാളിത്തമില്ല, ജോലിയിലില്ല, ഉദ്യോഗത്തിലൊന്നുമില്ല. അപ്പോൾ മണ്ഡല കമ്മീഷൻ തുടങ്ങിയ രീതിയിൽ ആവശ്യങ്ങൾ ഉയർന്നു വരികയും അവർ സാമൂഹ്യ നീതിയുടെ രാഷ്ട്രീയത്തെ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യും. അത് ഒരു വേറെ രീതിയിൽ ഇന്ത്യൻ സ്റ്റേറ്റിനെ ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൻ്റെ പ്രോസസ്സിലേക്ക് അധികാരത്തിൽ പങ്കാളിത്തം ലഭിക്കണമെന്ന വലിയൊരു രാഷ്ട്രീയത്തെ മുന്നോട്ട് വെച്ചു. അത് ഗുണപരമായൊരു കാര്യമാണ്. ഇനി ഈ ദളിതരെന്ന് പറയുന്ന വിഭാഗം എവിടെ കിടന്നാണ്? ഒരു മാർജിനൽ ആയിട്ടുള്ള കുറച്ചൊക്കെ മാർജിനൽ പെർസെൻ്റാണ് ചില സ്ഥലങ്ങളിൽ. മറ്റുള്ളവരെല്ലാവരും ഈ ഫീൽഡ് ലേബറും ഈ പറയുന്ന മോശപ്പെട്ട എന്ന് പറഞ്ഞാൽ അൺക്ലീൻ ആയിട്ടുള്ള ജോബുകൾ ചെയ്യുന്ന ആളുകൾ, അതുപോലെ തന്നെ ഒരു പണിയുന്നില്ല, പുറത്താക്കപ്പെട്ട വ്യാവസായികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഈ ഗലികളിലും ഈ പിന്നെ നഗരപ്രാന്തങ്ങളിൽ അടിഞ്ഞുകൂടിയ മനുഷ്യർ, അല്ലെങ്കിൽ കർഷക തൊഴിലാളികളായി കിടക്കുന്ന മനുഷ്യർ, ഇവരിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഈ ദളിത് പോളിറ്റിക്സിൻ്റെ സംഭവം ഉയർന്നു വരും. പ്ലസ് സംവരണം പോലെയുള്ള മേഖലകളുടെ വിദ്യാഭ്യാസം കിട്ടിയ പോസ്റ്റ് അംബേദ്കറിയൻ ഇൻ്റലക്ച്വൽ ക്ലാസ്, ഇതിലൂടെയാണ് യഥാർത്ഥത്തിൽ ഈ ദളിത് പോളിറ്റിക്സിൻ്റെ ഒരു ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഉണ്ടായി വരുന്നൊരു പ്രോസസ്സ് നടക്കുന്നത് ഇവിടെയാണ്. ഇങ്ങനെ ഒരു പ്രോസസ്സിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് ഇതിൽ ഐക്യം എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. കാരണം ഐക്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് ഇന്നത്തെ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നാണ് സംസാരിക്കുന്നത്. എന്താണ് നമ്മുടെ ദേശരാഷ്ട്രം എത്തിയിരിക്കുന്നത്, അവിടെ സൂചിപ്പിച്ചതുപോലെ അതിൻ്റെ പ്രതിസന്ധി എന്താണ്? കഴിഞ്ഞ 70 വർഷക്കാലത്തെ ലിബറൽ ജനാധിപത്യത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഇന്ത്യൻ ഭരണകൂടം ഏത് തരത്തിലുള്ള ട്രാൻസിഷനെ അത് അഭിമുഖീകരിക്കുന്നു, ഏത് രീതിയിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രോസസ്. സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഈ നെഹ്റുവിയൻ കൺസെൻസസ് എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഉണ്ടായി വന്ന ഒരു നെഹ്റുവിയൻ കൺസെൻസസ്, നെഹ്റുവിയൻ എലീറ്റുകൾ എന്നാണ് പൊതുവെ വിളിക്കുന്നത്. അതിലൊരു നെഹ്റുവിയൻ എലീറ്റുകളുടെ സ്വഭാവം അവർ കുറച്ചൊക്കെ ലിബറൽസ് ആയിരുന്നു, കുറച്ച് കൺസർവേറ്റീവ്സും ആയിരുന്നു. രണ്ടുപേരും കുറച്ചൊക്കെ മനുഷ്യർക്ക് പ്രയോജനം ചെയ്ത ആളുകളായിരുന്നു. ഇന്നത്തെ ഒരു അവസ്ഥ എന്താ? നെഹ്റു പറഞ്ഞ ലിബറൽസും ഇല്ല, കൺസർവേറ്റീവും ഇല്ല, രണ്ടുപേരും മരിച്ചുപോയി. ദ ഡെത്ത് ഓഫ് ദ നെഹ്റുവിയൻ ലിബറൽസ് ആൻഡ് ദ കൺസർവേറ്റീവ്സ്, രണ്ടുപേരും ഇല്ല. അതിന് പകരമായി വളരെ വലതുപക്ഷമുള്ള ഒരു രീതിയിലേക്ക് ഇന്ത്യയിലെ പൊളിറ്റിക്കൽ പ്രോസസ്സിൽ ആധിപത്യം ചെലുത്തിയിരിക്കുന്നു. ഒന്നാമത്തിന്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ലിബറൽ സ്റ്റേറ്റ് വളരെ ഏകാധിപത്യപരമായിട്ടുള്ള ഒരു പ്രോസസ്സിലേക്ക് മാറുന്ന ഒരു ഘട്ടമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഏകാധിപത്യ രീതിയിലുള്ള ഒരു ഹൈലി സ്റ്റേറ്റ് സെൻട്രിക് ആയിട്ടുള്ള രീതിയിൽ. 3, ഭരണഘടനാ ജനാധിപത്യം എന്ന് പറയുന്ന ഈ ഇന്ത്യൻ കർഷകർക്കും ഈ അയിത്തജാതിക്കാർക്കും ഈ തൊഴിലാളി സമൂഹങ്ങൾക്കൊക്കെ അവരുടെ അവകാശങ്ങൾ സാധ്യമാക്കുന്ന രീതിയിലുള്ള ഡിസ്കോഴ്സ് സാധ്യമാക്കുന്ന ഒരു പബ്ലിക് സ്പേസ് തന്നെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്നത്. ലിബറൽ ജനാധിപത്യം നൽകുന്ന സാധ്യതകൾ തന്നെ അട്ടിമറിക്കപ്പെടുന്ന ഒരു അവസ്ഥയിലാണ് നമ്മൾ ഇന്ത്യൻ കർഷകരുടെയും ദളിതരുടെയും തൊഴിലാളി വർഗം അല്ലെങ്കിൽ മാർക്സിസ്റ്റ് ഇടതുപക്ഷ ആളുകളെ കുറിച്ച് യൂണിറ്റിയെക്കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ അതിനെ വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് ഞാൻ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ വളരെ പോസിറ്റീവായ രീതിയിലുള്ള സാധ്യതകളെ മുൻനിർത്തിയാണ് ഞാനതിനെ സംസാരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്നാമത്തെ പ്രോബ്ലം എന്ന് വെച്ചാൽ ജാതിയും ഇത് അഭിമുഖീകരിക്കേണ്ടത് ഒരു ഡയലോഗ് ഉണ്ടായി വരുന്നു. ദളിത് ഇൻ്റലക്ച്വൽസ്, ദളിത് പ്രസ്ഥാനങ്ങൾ നിൽക്കുന്ന ആളുകൾ, ഒരു മാർക്സിസ്റ്റുകളും കർഷക സംഘടന അല്ലെങ്കിൽ കർഷക സമൂഹങ്ങളും അതിന് നേതൃത്വം കൊടുക്കുന്ന പ്രസ്ഥാനം തമ്മിൽ ഒരു ഡയലോജിക്കൽ പ്രോസസ്സ് ഉണ്ടായിരുന്നു. ദേശീയ തലത്തിൽ ഉണ്ടായി വരുന്ന ആ പ്രോസസ്സിൽ പ്രധാനപ്പെട്ട ചർച്ച ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ ജാതിയും ഭൂമിയും തമ്മിലുള്ള ബന്ധമാണ്. എങ്ങനെയാണ് ഇന്ത്യൻ സമൂഹത്തിൽ ജാതിയും ഭൂമിയും തമ്മിലുള്ള ബന്ധം നിലനിൽക്കുന്നതെന്നും ആ ജാതി ഭൂമി ബന്ധത്തിൽ ഭൂമിയിലെ മേൽ ഉടമസ്ഥതയിൽ നിന്നും പുറത്താക്കപ്പെട്ട സമൂഹങ്ങളായിട്ടുള്ള ദളിത് ആദിവാസികളോ അങ്ങനെയുള്ള വിഭാഗങ്ങൾക്ക് എങ്ങനെ ഭൂവുടമസ്ഥതയിലേക്ക് എത്താൻ കഴിയും എന്ന രീതിയിൽ അതിനെ മുൻനിർത്തി അതിനെ ദേശരാഷ്ട്രത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഒരു ഡെമോക്രാറ്റിക് പൊളിറ്റിക്സിലൂടെ സാധ്യമാക്കാം എന്നതിനെക്കുറിച്ചുള്ള ഒന്നാമത്തെ 2 പ്രധാനപ്പെട്ട ചോദ്യം. ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാർ എക്കാലത്തും പറഞ്ഞിരുന്നത് ഒരു ധാരണ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാസ്റ്റ് ഈസ് എ സെക്കൻഡറി ക്വസ്റ്റ്യൻ എന്ന രീതിയിലാണ്. പ്രൈമറി ക്വസ്റ്റ്യൻ വാസ് ലാൻഡ് ഓണർഷിപ്പ്, കൺട്രോൾ, ക്ലാസ് എന്നൊക്കെ പറയുന്ന സംഭവമാണ് അല്ലേ. സെക്കൻഡറി ക്വസ്റ്റ്യനാണ് കാസ്റ്റ്. ഈ അടുത്ത കാലം വരെ ഇന്ത്യയിൽ ജാതി എന്ന് പറയുന്നത് ഈ ഫ്യൂഡൽ ഉൽപാദന ബന്ധത്തിലെ ഒരു സാമൂഹ്യ തിന്മ എന്ന രീതിയിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർ ചർച്ച ചെയ്തിരുന്നുള്ളൂ. ഇത് കുറ്റം പറയുന്നതല്ല കേട്ടോ, ദാറ്റ് ഈസ് എ റിയാലിറ്റി. എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ സമൂഹം ഉണ്ടായി വന്നു. EMS വർമ്മ ജാതി ജന്മി നാടുവാഴിത്തം എന്നൊക്കെ രീതിയിൽ പറയുന്ന രീതിയിൽ ഒരു ഫ്യൂഡൽ കൊള്ളരുതായ്മയാണ് ജാതിയുമായിട്ടൊക്കെ. ഈ ഫ്യൂഡൽ കൊള്ളരുതായ്മ എന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന ഈ ഡിസ്കോഴ്സ് നടക്കത്തില്ല. അപ്പോൾ ഫ്യൂഡൽ കൊള്ളരുതായ്മയായിരുന്നു. കാസ്റ്റ് വാസ് എ പ്രൈമറി ക്വസ്റ്റ്യൻ. കാസ്റ്റ് ഈസ് എ പ്രൈമറി ക്വസ്റ്റ്യൻ ഇൻ റിലേഷൻ ടു ദി
ദി ഹെറാർക്കിക്കൽ സ്ട്രക്ചർ ഓഫ് ദി ഇന്ത്യൻ സൊസൈറ്റി. ഇന്ത്യൻ സമൂഹത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള അംബേദ്കർ ഗ്രേഡഡ് ഇൻഇക്വാളിറ്റി എന്ന് പറഞ്ഞ ആ സിസ്റ്റം, അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഹെറാർക്കി എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ എൻടൈറ്റിൽഡ് ഹെറാർക്കി എന്ന് പറഞ്ഞാൽ ഹെറാർക്കിക്കൽ പ്രോസസ്സുണ്ട്. ഇവിടെ ഹെറാർക്കി ഇല്ല, ക്ലാസ്സാണ് മാത്രം ഒരു കാര്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അംബേദ്കർ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഇന്ത്യൻ മാർക്സിസ്റ്റുകൾ അല്ലെങ്കിൽ ആ രീതിയിൽ ചിന്തിക്കുന്ന ആൾ വളരെ ഗൗരവമായി അഡ്രസ്സ് ചെയ്യേണ്ട കാര്യം ഇന്നത്തെ പശ്ചാത്തലത്തിൽ. കാസ്റ്റ് ഈസ് എ ക്ലാസ്, കാസ്റ്റ് ഈസ് ആൻ എൻക്ലോസ്ഡ് ക്ലാസ്. ജാതി ഒരു അടഞ്ഞ വർഗമാണ്. ഇപ്പം ഇന്ത്യയിലെ മൂലധനത്തിൻ്റെ ഇത് പരിശോധിച്ചു. ഇന്ത്യയിൽ ഇവിടെ മാർക്സിസ്റ്റ് സൈദ്ധാന്തികന്മാർ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിന് ശേഷവും ആളുകൾ എഴുതിയൊരു പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ ബൂർഷാസി എന്ന് പറയുന്നത് നാഷണൽ ബൂർഷാസിയാണ്. സമ്മതിച്ചു, നാഷണൽ ബൂർഷാസിയാണ്, ദേശീയ ബൂർഷാസിയാണ്. വാട്ട് ഈസ് എ സോഷ്യൽ ഒറിജിൻ ഓഫ് ദിസ്? ഈ ബൂർഷാസിയുടെ സോഷ്യൽ ഒറിജിൻ എന്ത്? ലോകത്ത് അമേരിക്കയിലും ലണ്ടനിലും അല്ല, പിന്നെ ഇംഗ്ലണ്ടിലും ഫ്രാൻസിലൊക്കെ അവിടെ ദേശീയ ബൂർഷാസി ഉണ്ടായി വന്നിട്ടുണ്ട്. അവരിൽ നിന്നാണ് ഇൻഡസ്ട്രിയൽ ക്ലാസ് ഉണ്ടായി വന്നത്, ഇൻഡസ്ട്രിയൽ ബൂർഷാസി. അതിനെക്കുറിച്ച് ഗൗരവമായ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. അവരുടെ സോഷ്യൽ റൂട്ട് എന്താണ്? ഇന്ത്യയിലെ ത്രൈവർണിക മൂലധനമാണ്. ത്രൈവർണിക മൂലധന വിഭാഗങ്ങളിൽ നിന്ന് ഇന്ത്യയിൽ ബൂർഷാസി ഉണ്ടായിട്ട് വന്നു. ക്യാപിറ്റലിസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇന്നത്തെ MNCകളുടെ ഇന്ത്യയിലെ കണക്കെടുത്ത് നോക്കുക. എത്ര മുസ്ലിങ്ങളതിലുണ്ട്, എത്ര ദളിതന്മാരവിടെ ഉണ്ട്, എത്ര ആദിവാസികളുണ്ട്, എത്ര പിന്നോക്കനുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ത്രൈവർണിക മൂലധനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ കാർഷികമായ വ്യവസ്ഥയിൽ നിന്നായിരുന്നപ്പോൾ പോലും, ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും അല്ലെങ്കിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ കാലഘട്ടത്തിൽ പോലും ഈ മൂലധന സമാഹരണത്തിൻ്റെ രീതിയിലേക്ക് ബ്രിട്ടീഷുകാരുടെ കൂടെ നിൽക്കുകയും ബ്രിട്ടീഷുകാരുടെ കൂടെ നിന്ന് കുറച്ച് ചിലപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ പറയുകയും സ്വാതന്ത്ര്യം കിട്ടുകയൊക്കെ ചെയ്ത ഈ പ്രോസസ്സിൽ ഇന്ത്യയിൽ വ്യവസായികളായി ഇന്ത്യയിലെ മൂലധനങ്ങൾ നിയന്ത്രിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ക്ലാസ്സായ ഒരു ത്രൈവർണീയ വിഭാഗങ്ങളാണ്. ഇന്ന് നോക്കൂ, ഈ മോഡി ഇപ്പോൾ എല്ലാവരും പറയും, ഇപ്പോൾ ശശികുമാർ സാറ് പറഞ്ഞ പോലെ മോഡി ഇവിടെ ഇന്ത്യയിലിരിക്കില്ല, പോവുകയാണ്, എല്ലാ രാജ്യങ്ങളും സഞ്ചരിക്കുകയാണ് അദ്ദേഹം. എന്തിനാണെന്നറിയാമോ? ഈ ത്രൈവർണിക മൂലധനത്തിന് ആവശ്യമായിട്ടുള്ള ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അയാൾക്ക് എന്താ പുറത്തേക്കുള്ള മൂലധനം ചെയ്യാം. ഇന്ത്യൻ ക്യാപിറ്റലിസ്റ്റ് ആയിട്ടുള്ള ത്രൈവർണിക മൂലധനത്തിന് വിദേശ രാജ്യം, ആഫ്രിക്ക, ലാറ്റിൻ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇന്ത്യൻ സ്റ്റേറ്റാണ് ഇന്ന് അടിസ്ഥാനപരമായി അവർക്ക് ഇത് ചെയ്യുന്നത്. ഇത് ഗ്യാരണ്ടി, ഷുവർട്ടി എടുക്കുന്നത്. അതിനാണ് ഇയാളുടെ കൂടെ പോകുന്നത്. എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ കാലഘട്ടത്തും ഇപ്പോഴും ഇന്ത്യൻ മൾട്ടിനാഷണൽ എന്ന് പറയുന്ന മോശപ്പെട്ട ആളുകളല്ല. അവർ ലോകത്തിലെ മറ്റ് മൾട്ടിനാഷണലുമായിട്ട് മത്സരിക്കുന്ന വിഭാഗങ്ങളാണ്. അത് ത്രൈവർണിക സ്വഭാവമുള്ളവരാണ്. അപ്പോൾ അടിസ്ഥാനപരമായി ഇന്ത്യൻ മൂലധനത്തെ നിയന്ത്രിക്കുന്ന മൂലധന ശക്തികളുടെ ജാതിവർണ്ണ സ്വഭാവം എന്താണെന്ന് കമ്മ്യൂണിസ്റ്റ് പഠിക്കേണ്ടതുണ്ട്. ഞാൻ ആരോപണമായിട്ടല്ല പറയുന്നത്, പഠിക്കേണ്ടത് എൻ്റെ മനസ്സിലാക്കാൻ. ദേശീയ ബൂർഷാസി എന്നൊന്നും പറഞ്ഞാൽ അതൊന്നും, ആ വൊക്കാബുലറി ഒന്നും ഇന്നത്തെ ഒരു ഡിസ്കോഴ്സിൽ അത്ര ഗുണപരമാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒന്നാമത്തെ ഒരു കാര്യം. രണ്ട്, ഈ ഐഡിയോളജി എന്ന് എപ്പോഴും ഗ്രാംഷി അങ്ങനെ പല രീതിയിലുള്ള ഐഡിയോളജിയെക്കുറിച്ചുള്ള അകമ്പൻ വരെയുള്ള ആളുകൾ, അല്ലെങ്കിൽ മറ്റ് പല ആളുകൾ ഈ ഐഡിയോളജിയെക്കുറിച്ച് നാട്ടിലിറങ്ങിയ അപ്പോൾ തന്നെ ഐഡിയോളജിയെക്കുറിച്ചുള്ള ഡിസ്കഷനാണ് എല്ലായിടത്തും. നല്ലത് തന്നെ. വാട്ട് ഈസ് ദ ഇന്ത്യൻ ഫോം ഓഫ് ഐഡിയോളജി? എന്താണ് ഇന്ത്യയിലെ ഡോമിനൻ്റ് ആയിട്ടുള്ള പ്രത്യയശാസ്ത്രം? എന്താണ് അത്? മുതലാളിത്ത പ്രത്യയശാസ്ത്രമെന്നാണ് സാധാരണ കമ്മ്യൂണിസ്റ്റുകാർ പറയാറ്. അത് തെറ്റൊന്നുമില്ല അങ്ങനെ. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മുതലാളികളുടെ അടിസ്ഥാന സ്വഭാവം എന്താണ് ഞാൻ പറഞ്ഞില്ല ആദ്യം. എന്ന് പറഞ്ഞാൽ ഈ ത്രൈവർണിക മൂലധനത്തിന് അനുസൃതമായിട്ടുള്ള അല്ലെങ്കിൽ അനുരോധമായിട്ടുള്ള ഇന്ത്യയിലെ ചരിത്ര കാലഘട്ടത്തിൽ, പ്രാചീന മധ്യകാലഘട്ടത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ, ഇൻഡിപെൻഡൻസ് ശേഷവും ഇന്ത്യയിലെ ഐഡിയോളജി എന്താണ്? ഇപ്പോൾ നമ്മൾക്ക് കൂടുതൽ വ്യക്തമായി ഇല്ലേ? എന്താണ് ഇന്ത്യൻ ഐഡിയോളജി? ബ്രാഹ്മണിക്കൽ ഐഡിയോളജിയാണ്. ഇന്ത്യൻ ഐഡിയോളജി എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഡോമിനൻ്റ് ആയിട്ടുള്ള ഐഡിയോളജി എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണിക്കൽ, പിട്രിയാർക്കിക്കൽ ആയിട്ടുള്ള ഒരു ഐഡിയോളജിയാണ്. കാസ്റ്റും വർണ്ണബോധ്യങ്ങളും സാമൂഹ്യ മിഡീവൽ ബ്രാഹ്മണ്യത്തിനെയാണല്ലോ ഈ സ്റ്റേറ്റ് ലെജിറ്റിമൈസ് ചെയ്യുന്നത്. ഈ സ്റ്റേറ്റിനെ സംരക്ഷിക്കാൻ വേണ്ടി, സ്റ്റേറ്റിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി, എൻ്റെ ഒപ്രസീവ് നേച്ചറിനെ മറച്ചു വയ്ക്കാൻ വേണ്ടി കൾച്ചറൽ നാഷണലിസത്തിൻ്റെ പേരിൽ പറയുന്നത് എന്താ? മിഡീവൽ ബ്രാഹ്മണിസത്തിൻ്റെ കാര്യമായി പറയുന്നത് അല്ലേ? അതാണ്. അപ്പോൾ വാട്ട് ഈസ് ദ ഇന്ത്യൻ ഐഡിയോളജി? ഇന്ത്യൻ ഐഡിയോളജിയെക്കുറിച്ച് ഈ അംബേദ്കറിസ്റ്റ് പൊസിഷൻ നിലനിർത്തുന്ന ആളുകൾ, ദളിത് പ്രസ്ഥാനങ്ങൾ, അവർക്കൊരു നിലപാടുണ്ട്. ആ നിലപാടും പരമ്പരാഗതമായി ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ പറഞ്ഞ ഐഡിയോളജി എന്ന് പറയുന്ന ബൂർഷ ഐഡിയോളജി പറഞ്ഞിട്ട് കുറച്ചുകൂടി അത് ഇൻകോർപ്പറേറ്റ് ചെയ്ത് അത് ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നാൽ നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. ഒരു പ്രത്യേകതയാണ്. പിന്നെ വർഗവും ജാതിയും എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അത് രണ്ടുപേരും, ദളിത് ഇൻ്റലക്ച്വൽസും അങ്ങനെയുള്ള ഗ്രൂപ്പുകളൊക്കെ പറയും വർഗമില്ല, ജാതി തന്നെ മാത്രമേ ഉള്ളൂ. അത് അംബേദ്കറിയൻ പൊസിഷൻ അല്ല യഥാർത്ഥത്തിൽ.
അംബേദ്കർ എന്താണ് ഓരോ ജാതി, ഇപ്പോൾ ദളിതർ എന്ന് പറയുന്ന സമൂഹം ഇറ്റ്സെൽഫ് ഈസ് എ ക്ലാസ്. ദളിതർ അതാണല്ലോ, കാസ്റ്റ് ഈസ് എ ക്ലാസ്, എൻക്ലോസ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. കാരണം ഈ ക്ലാസ് പൊസിഷനിൽ നിന്ന് അവർക്ക് സാമൂഹികമായി സാംസ്കാരികമായി വേറൊരു ക്ലാസ്സിലേക്ക് ട്രാൻസിഷൻ ചെയ്യാനുള്ള ചരിത്രപരമായിട്ടുള്ള അവസരങ്ങളെ സീൽ ഓഫ് ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യയിലെ ഐഡിയോളജിയും ജാതിയുടെ പ്രാക്ടീസും ബ്രാഹ്മണ്യത്തിൻ്റെ സ്വഭാവം. അതുകൊണ്ടാണ് മറികടന്ന് വേറൊരു അതിലേക്ക് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ട് ഇനി ദളിതന്മാരിൽ നിന്ന് വ്യവസായം ഉണ്ടായില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചോദ്യം വരുമ്പോൾ കാരണം മൂലധനത്തെ ആർജിക്കുവാൻ സാമൂഹ്യം, സാംസ്കാരികം, വിദ്യാഭ്യാസം അല്ലെങ്കിൽ സിംബോളിക് എന്ന് പറയുന്ന ബോർഡിയൻ നോഷനിലുള്ള മൂലധനങ്ങളെ സമാഹരിക്കുവാൻ സാധ്യമല്ലാത്ത വിധം അവരെ എൻക്ലവൈസ് ചെയ്ത് ഒരു ക്ലാസ്സാക്കി നിലനിർത്തി എന്നുള്ളതാണ് ഇന്ത്യൻ ഈ ജാതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിനെ അഡ്രസ്സ് ചെയ്യണം, ഒരു പ്രോബ്ലമാണ്. പിന്നീട് മറ്റൊന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യൻ ഭരണഘടനയോടുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലപാട് എന്താണെന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംഭവം. ഇതൊരു ബൂർഷാ ഡോക്യുമെൻ്റ് ആണെന്നാണ് നമ്മളോടൊക്കെ പഠിപ്പിച്ചത്. ബൂർഷാസിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി ഉള്ളതാണ്. ഓക്കെ, സമ്മതിച്ചു. പക്ഷേ ഇന്ത്യൻ ഭരണഘടന മുന്നോട്ടിരിക്കുന്ന ലിബറലായിട്ടുള്ള ഡെമോക്രാറ്റിക് ആയിട്ടുള്ളതുണ്ട്. നിലത്ത് നിന്നിട്ടല്ലേ കളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അടിസ്ഥാനപരമായി ലിബറൽ ജനാധിപത്യത്തിൻ്റെയും ഭരണഘടനാ ജനാധിപത്യത്തെയും സംരക്ഷിക്കേണ്ട വലിയൊരു വാർ ഓഫ് പൊസിഷനിലാണ് ഗ്രാംഷിയുടെ ഇത് പറഞ്ഞാൽ നമ്മൾ നിൽക്കുന്നത്. വാർ ഓഫ് പൊസിഷനിലാണ് അത് സംരക്ഷിക്കണം. ഭരണഘടനാ ജനാധിപത്യം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ആ ഭരണഘടനാ ജനാധിപത്യം മുന്നോട്ട് വയ്ക്കുന്ന തുല്യ സിറ്റിസൺഷിപ്പ് എന്ന് പറയുന്നത്, തുല്യ പൗരത്വം എന്ന് പറയുന്നത്, തുല്യ അവസരം, തുല്യ നീതി എന്ന് പറയുന്ന സങ്കല്പമാണ് യഥാർത്ഥത്തിൽ ഈ ദളിത് ബഹുജനങ്ങൾ എന്നൊക്കെ പറയുന്ന മനുഷ്യരെ അവർ ജനാധിപത്യ സമൂഹമായും ആധുനിക മനുഷ്യ കർത്തൃത്വമാക്കി മാറ്റിയത്. അതിനെ മുന്നോട്ട് വെച്ചാൽ ഞങ്ങൾ മനുഷ്യരാന്ന് സംസാരിക്കുന്നു ഇല്ലേ? അതിനെ നള്ളിഫൈ ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്സിസ്റ്റ് ഡിസ്കോഴ്സിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രോബ്ലം കിടക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയെ ബൂർഷാ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയില്ല. പിന്നെ എന്ത് ചർച്ച? there is no discussion. ഒരു ചർച്ചയില്ല. ഇന്ത്യൻ ഭരണഘടന ബൂർഷാസിയുടെ ഡോക്യുമെൻ്റാന്ന് പറഞ്ഞാൽ പിന്നെ ചർച്ചയില്ല. ഇവിടെ ആകെ മനുഷ്യനാവാൻ, മനുഷ്യനെ നിലനിൽക്കാൻ വേണ്ടിയുള്ള ആ ഭരണഘടനയുടെ കാര്യങ്ങൾ പോലും ഇവിടെ നടപ്പാക്കുമ്പോഴാണ് ഈ പറയുന്ന രീതിയിൽ പിന്നെന്താണ് ഇവർ വഴിയിലിറങ്ങി മറ്റു സംഭവമൊക്കെ ഉണ്ടാക്കും. ശബരിമല വിഷയത്തിൽ ഭരണഘടനാ നീതി പോലും മനുഷ്യന് കിട്ടുന്നതിലും അതുവരെ എന്താ പറയുക, എന്താണ് ഈ ടീമുകൾ മനസ്സിലായി, ഈ വിഭാഗം. അപ്പോൾ ഭരണഘടനാ നീതി എന്ന് പറയുന്നത്, തുല്യ പൗരത്വം എന്ന് പറയുന്നത്, ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത്, ഫണ്ടമെൻ്റൽ റൈറ്റ് എന്ന് പറയുന്നത് ഒരു മനുഷ്യന് ജനാധിപത്യ സമൂഹത്തിൽ പൗരാവകാശങ്ങൾ നിലനിർത്തിക്കൊണ്ട് ഉറപ്പുവരുത്തുന്നത്, തുല്യ പൗരത്വം നിലനിർത്തുന്നത് പ്രധാനപ്പെട്ട ഒരാവശ്യം എന്നുള്ളതാണ്. മറ്റൊരു കാര്യം അതിനോട് ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത്, സാമൂഹിക നീതി എന്ന് പറയുന്നത് ഇടതുപക്ഷത്തിൻ്റെ അല്ലെങ്കിൽ ഈ ക്ലാസ് പൊളിറ്റിക്സ് പറയുന്ന ആളുകൾ എപ്പോഴും വെച്ചാൽ ഒരു സാമൂഹ്യ നീതി എന്ന് പറയുന്നത് സെക്കൻഡറി തിങ്ങാണ്. അതുകൊണ്ട് സാമ്പത്തിക നീതിയാണ്. സാമ്പത്തിക നീതി വന്നാൽ സാമൂഹ്യ നീതി വരും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ആ സാമൂഹ്യ നീതിയുടെ മാത്രമേ ഒരു ജനാധിപത്യ സമൂഹത്തിൽ സാമ്പത്തിക നീതിയിലേക്ക് എത്താൻ പറ്റൂ എന്നുള്ളതാണ് ഒരു കാരണം അത് സ്റ്റേറ്റിനെ കുറിച്ചുള്ള സങ്കല്പവുമായി ബന്ധപ്പെട്ടാണ്. നിങ്ങൾക്ക് സ്റ്റേറ്റേക്ക് അടിച്ചമർത്തി വിപ്ലവമുണ്ടാക്കി തൊഴിലാളികൾക്ക് ഭരണകൂടം ഒക്കെ വന്ന അങ്ങനെ ഒരു സംഭവം. പക്ഷെ അത് നിലവിലുള്ള ലോകത്തിലെ 20th സെഞ്ച്വറിയിലെ സ്റ്റേറ്റിനെ സംബന്ധിച്ചുള്ള 21st സെഞ്ച്വറിയിലെ ലോകത്തിലെ തന്നെ സ്റ്റേറ്റുകളുടെ സ്വഭാവത്തെ പരിശോധിക്കുമ്പോൾ സ്റ്റേറ്റിനെ കാണുന്ന രീതിയിൽ ഒരു അംബേദ്കറിൻ പൊസിഷനുള്ള ആൾ, അംബേദ്കർ ഹിംസെൽഫ് സ്റ്റേറ്റിന് ഒരു ഓപ്പറസീവ് ഏജൻസി ആയിട്ടോ ഇത് തകർക്കപ്പെട്ട സംഭവമായിട്ടോ അദ്ദേഹം കണ്ടിരുന്നില്ല എന്നുള്ളതാണ്. അടിസ്ഥാനപരമായി ലിബറൽ ഡെമോക്രാറ്റിക് ആയിരുന്നു അത്. കാരണം വെച്ചാൽ സ്റ്റേറ്റ് ഈസ് എ മെഷീനറി, അതിനൊരു എമാൻസിപ്പേറ്ററി റോളുണ്ട്. സ്റ്റേറ്റ് ഈസ് എൻ എമാൻസിപ്പേറ്ററി ഏജൻസിയാണ് ഇന്ത്യ പോലുള്ള സമൂഹത്തിൽ. അതിനെ ഉത്തരവാദിത്വം ചെയ്യേണ്ടത് ഭരണഘടനാപരമായിട്ടുള്ള ഇത് മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. സ്റ്റേറ്റിനോട് റെസ്പോൺസിബിളാണ്. അപ്പോൾ സിവിൽ സൊസൈറ്റിയിൽ നിന്നും പൊളിറ്റിക്കൽ സൊസൈറ്റിയിൽ നിന്നും ഈ സ്റ്റേറ്റുമായിട്ടാണ് എൻഗേജ് ചെയ്യുക. ഇതിന് ജനാധിപത്യപരമായി സ്റ്റേറ്റിൻ്റെ സ്വഭാവത്തെ നിലനിർത്താൻ സ്റ്റേറ്റിൻ്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്ന രാഷ്ട്രീയ പ്രയോഗങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ലിബറൽ ജനാധിപത്യത്തിൻ്റെ. അപ്പോൾ ആ രീതിയിൽ ഈ അംബേദ്കറിൻ പൊസിഷനുള്ള ആളുകൾ, ദളിത് പൊസിഷനുള്ള ആളുകളും ചർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഇത്രയ്ക്ക് ചർച്ച ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടപ്പോൾ ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ സോഷ്യൽ ജസ്റ്റിസിനെ സംബന്ധിച്ചുള്ള ഒരു കാര്യം ഇവിടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. ഈ ഇന്ത്യ പോലെയുള്ള ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ, ലോകത്തിൻ്റെ ആധുനിക മോഡേൺ സ്റ്റേറ്റിലെ ജനാധിപത്യ സ്റ്റേറ്റുകളും ജനാധിപത്യ പ്രോസസ്സ് വെസ്റ്റേൺ ഡെമോക്രസി ഉണ്ടായി വന്നത് ഒട്ടനവധി പുറന്തള്ളപ്പെട്ട വിഭാഗങ്ങൾ, അത് ഭാഷാപരമായി, പ്രദേശപരമായി, എത്നിക്കായി, റേഷ്യലായി, ലിംഗപരമായി
മറ്റൊട്ടനവധി ന്യൂനപക്ഷ സ്വഭാവം, മതപരമല്ലാത്തൊരു ന്യൂനപക്ഷ സ്വഭാവമുള്ള എല്ലാ മനുഷ്യരെയും ജനാധിപത്യ പ്രോസസ്സിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്തത് അതിൻ്റെ അഫർമേറ്റീവ് പോളിസീസിലൂടെയാണ്, പ്രാതിനിധ്യ പങ്കാളിത്ത ജനാധിപത്യത്തിലൂടെയാണ് ലോകത്ത് തന്നെ ജനാധിപത്യം ആധുനികമായി വികസിച്ചു വന്നത്. മനസ്സിലായോ? അതായത് ജനാധിപത്യം എന്ന് പറയുന്നത് ഇങ്ങനെ തൂങ്ങിയിറങ്ങിയ സാധനമൊന്നുമില്ല. ലോകത്ത് മനുഷ്യർ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് അതിലേക്ക് തങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി കറുത്തവരും നീഗ്രോകളും സ്ത്രീകളും ഭാഷാന്യൂനപക്ഷങ്ങളും ഒക്കെ തങ്ങളുടെ സമത്വത്തിന് വേണ്ടിയുള്ള സമരത്തിൽ, പ്രാതിനിധ്യത്തിന് വേണ്ടിയുള്ള സമരത്തിലൂടെയാണ് ജനാധിപത്യ പ്രോസസ്സ് ഉണ്ടായത്. ഇന്ത്യയിലും ആ പ്രോസസ്സിന് വേണ്ടിയുള്ളതാണ് ഈ അംബേദ്കറിയൻ പൊസിഷൻ അല്ലെങ്കിൽ നോൺ ബ്രാഹ്മിൻ മൂവ്മെൻറ്റിന് കുറേ ആളുകൾ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ആ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന പ്രാതിനിധ്യ പങ്കാളിത്ത ജനാധിപത്യം, അഫർമേറ്റീവ് പോളിസി എന്നും പോസിറ്റീവ് ഡിസ്ക്രിമിനേഷൻ എന്നും സംവരണവും എന്ന ഒരു പ്രശ്നം, ആ അവകാശത്തെ ഒരു പങ്കാളിത്ത ജനാധിപത്യമായി, പ്രാതിനിധ്യ അവകാശമായി കാണാൻ കമ്മ്യൂണിസ്റ്റുകാർ തയ്യാറുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രോബ്ലം കിടക്കുന്നത്. മറിച്ച് ഇതൊരു ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിയും തൊഴിലായ്മ പരിപാടിയായിട്ട് സമരത്തെ കാണുമോ? എന്നാൽ ഒരു ഡയലോഗ് സാധ്യമാകത്തില്ല. കാരണം സംവരണം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഒരു ലിബറൽ ഡെമോക്രാറ്റിക് സ്റ്റേറ്റിൽ അടിസ്ഥാനപരമായി ചരിത്രപരമായി സാമൂഹികപരമായി പുറന്തള്ളപ്പെട്ട അധികാരത്തിൽ നിന്ന് പുറത്തുപോയ മനുഷ്യർ, ഞാൻ ആദ്യം പറഞ്ഞ ഒരുപാട് ഹെറാർക്കി പ്രോസസ്സിൻ്റെ ഭാഗം പുറന്തള്ളപ്പെട്ട മനുഷ്യരെ ആധുനികമായ ജനാധിപത്യ പൗരസമൂഹമാക്കി മാറ്റി നിലനിർത്തിക്കൊണ്ട് അവർക്ക് അധികാരത്തിൽ പങ്കാളിത്തം കൊടുത്താൽ മാത്രമേ അവർക്ക് പൗരത്വം ഉണ്ടാവുള്ളൂ. ആദിവാസി നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ആദിവാസിയോട് നീ സ്വതന്ത്രനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ട്? അവർക്ക് സ്വാതന്ത്ര്യം അവരുടെ ദൈനംദിന ജീവിതത്തിൽ മറ്റു മനുഷ്യരുമായിട്ടുള്ള ബന്ധങ്ങളിൽ അധികാരത്തിൻ്റെയും വിഭവത്തിൻ്റെയും ജീവിതക്രമത്തിൻ്റെ ഭാഗമായി ഓണർഷിപ്പിൻ്റെയും എൻറ്റൈറ്റിൽമെൻറ്റിൻ്റെയും പ്രോസസ്സിൽ അവരെ പങ്കാളികളെ കൊണ്ട് മാത്രമേ അവർക്ക് പൗരത്വം കിട്ടത്തുള്ളൂ. അപ്പം ഇന്ത്യയിൽ തുല്യ പൗരത്വം ഉറപ്പുവരുത്തുന്ന അധികാരത്തിൽ പങ്കാളിത്തമായിട്ടുള്ള ഒരു വ്യവസ്ഥയാണ് സംവരണം എന്ന് പറയുന്നത്. ആ സംവരണത്തെ ഇന്ത്യയിലെ മാർക്സിസ്റ്റുകൾ ഇപ്പോഴത്തെ നിലപാടുകൾ എടുത്ത് പരിശോധിക്കുക, ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകൾ എക്കാലത്തെയും നിലപാടെടുത്ത് പരിശോധിക്കുമ്പോൾ അടിസ്ഥാനപരമായി സാമ്പത്തിക സംവരണമാണ് അവരുടെ വാദം. അവർ പറയുന്നത് സാമ്പത്തികമായിട്ടുള്ള ഉച്ചനീചത്വം പരിഹരിക്കാനുള്ള ഒരു സ്റ്റേറ്റ് പോളിസിയാണ് അവരെ സംബന്ധിച്ചോളം. ദാറ്റ് ഡസൻറ്റ് വർക്ക് ഇൻ ദ ഡിസ്കോഴ്സ്. അതല്ലത്. സാമ്പത്തിക ഉച്ചനീചത്വം പരിഹരിക്കാനോ ദാരിദ്ര്യ നിർമ്മാർജ്ജന പരിപാടിയോ അത് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള ഒരു പരിപാടിയല്ല. സംവരണം ആനുപാതികമായിട്ടുള്ള ജനസംഖ്യാനുപാതികമായിട്ടുള്ള അധികാരത്തിൽ പങ്കാളിത്തമാണ്. അതിനോട് ഈ ദളിത് പൊസിഷനിലുള്ള ആളുകളും കമ്മ്യൂണിസ്റ്റ് ആയുള്ള ആളുകളും തമ്മിൽ ഡിസ്കോഴ്സ് സാധ്യമാവുമോ എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ യൂണിറ്റി ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ ലാൽ സലാം നീൽ സലാം പറഞ്ഞതുകൊണ്ട് ഒരു യൂണിറ്റി ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. അപ്പം ഇത്തരം കാര്യങ്ങളിൽ സംവാദാത്മകമായിട്ട് ഡയലോജിക്കലായിട്ടുള്ള ഒരു പ്രോസസ്സിൽ എങ്ങനെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ഇന്ത്യയിലെ ദളിത് പ്രസ്ഥാനങ്ങളും നിലപാടെടുക്കുന്നു എന്നുള്ളത്, ഈ സ്റ്റേറ്റ് സിസ്റ്റം തന്നെ, ലിബറൽ ഡെമോക്രാറ്റിക് സ്പേസ് തന്നെ അതിഭീകരമായി ഹെജമണൈസ് ചെയ്തുകൊണ്ട് ഭരണഘടനാ ജനാധിപത്യത്തെയും ഭരണഘടനയെ തന്നെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു ഹിന്ദുത്വ വലതുപക്ഷ ഫാഷിസ്റ്റ് ഭരണകൂടം അതിഭീകരമായി സിവിൽ സൊസൈറ്റിയിലും പൊളിറ്റിക്കൽ സൊസൈറ്റിയിലും സ്റ്റേറ്റ് സിസ്റ്റത്തെയും ഹെജിമനൈസ് ചെയ്ത് മാറ്റിക്കൊണ്ടുവന്ന പ്രോസസ്സിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ട് മാത്രമേ യൂണിറ്റിയെക്കുറിച്ച് നമുക്ക് എന്തെങ്കിലും സംവാദക്ഷമമായിട്ടുള്ള പ്രൊഡക്റ്റീവായിട്ടുള്ള എൻഗേജ്മെൻറ്റ് സാധ്യമാകൂ എന്നുള്ളതാണ് എൻ്റെ ധാരണ. ഇത് പ്യുവർലി അക്കാഡമിക് ആയിട്ടുള്ള ധാരണയാട്ടോ. അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിൽ ഹൈലി പൊളിറ്റിക്കലി വാല്യൂ ലോഡഡ് എന്ന് പറയാൻ കാരണം. താങ്ക് യു വെരി മച്ച്.